നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ സഹായിച്ച തുർക്കി രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിലെ സുരക്ഷാ ജോലികൾ കൈകാര്യം ചെയ്യുന്നുവെന്നത് വലിയ ആശങ്കയുയർത്തിയ കാര്യമാണ്. ഈ വാർത്ത ആദ്യമായി പുറം ലോകത്തെ അറിയിക്കുന്നത് ജനം ടിവിയാണ്. ഇന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി ജനം ടിവി പുറത്തുവിട്ടു. തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗന്റെ മകൾ സുമയ്യയാണ് സെലബിയുടെ ഭൂരിഭാഗം ഓഹരികളും കൈവശം വച്ചിരിക്കുന്നത്. സുമയ്യയുടെ ഭർത്താവ് സെലക് ബൈരാക്തറാണ് ഭാരതത്തിനെതിരെ ഉപയോഗിച്ച ടർക്കിഷ് ഡ്രോണുകൾ നിർമ്മിച്ച കമ്പനിയുടെ ഉടമ. തുർക്കിയുടെ ഈ ഭീഷണി കണക്കിലെടുത്ത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ ആൻഡ് സെക്യൂരിറ്റീസ് സെലബിയുടെ സുരക്ഷാ ക്ലിയറൻസ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. സെലബിയെ പൂർണ്ണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ജന ഡിബേറ്റ് വിഷയം പരിശോധിക്കുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി, റിട്ടയർ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥൻ AV മോഹനൻ, വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ P അനിൽകുമാർ എന്നിവരാണ്. ആദ്യം AV മോഹനിലേക്കാണ് പോകുന്നത്. ശ്രീ AV മോഹനൻ, ഇന്നലെ ഇതേ സമയത്ത് നമ്മൾ ഈ വിഷയം ജനം TV ചർച്ച ചെയ്തതാണ്. ജനം TVയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറം ലോകത്തെ അറിയിക്കുന്നത്. പിന്നീട് ദേശീയ മാധ്യമങ്ങൾ അടക്കം ഈ വിഷയം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുകയാണ്. വളരെ കൃത്യമായ ഇടപെടൽ ജന ടിവിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ വലിയ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? താങ്ക് യു. മിഷൻ അച്ചീവ്ഡ്, മിഷൻ അക്കംപ്ലിഷ്ഡ് ആൻഡ് ടാർഗറ്റ് അച്ചീവ്ഡ്. സോ നമ്മൾ ഒരു വലിയൊരു മിസൈൽ, അവർ ഒരുപാട് ചെറിയ ചെറിയ റോക്കറ്റുകളും എന്താ പറയാ ഡ്രോണുകളും ഒക്കെയാണ് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് അയച്ചെങ്കിൽ നമ്മളുടെ പേപ്പർ കൊണ്ട് ഒരു മിസൈലാണ് തുർക്കിക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നത്. ഈ കമ്പനി ഞാൻ 2018 കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടന സമയത്ത് ഞാനായിരുന്നു എയർപോർട്ടിന്റെ കോർഡിനേറ്റർ എയർ ഇന്ത്യയുടെ ഭാഗത്ത്. ഞാനത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഈ കമ്പനി അവിടെ ഓഫീസും തുറന്നു, ഒരുപാട് എക്യുപ്മെന്റ്സും കോടിക്കണക്കിന് രൂപയുടെ എക്യുപ്മെന്റ്സും ഒക്കെ വെച്ച് ഗോ എയറുമായിട്ട് ബിസിനസ് ഡീൽ ഉറപ്പിച്ചു. ഞാനത് 24 മണിക്കൂർ കൊണ്ട് ആ ബിസിനസ് ഡീൽ ക്യാൻസൽ ചെയ്ത് നമ്മളുടെ നാടിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനിയായ AIATSL ഞാൻ ആ ബിസിനസ് പിടിച്ചു കൊടുത്തു. അന്നേരവും ഞാൻ പറഞ്ഞു, എല്ലാവരുടെ പറഞ്ഞു, ഈ കമ്പനി ഇവിടെ വെക്കാൻ പാടില്ല. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ കമ്പനിയുടെ കണ്ണൂർ എയർപോർട്ടിനകത്തുള്ള ഒരു ഓഫീസ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 7 വർഷം കഴിഞ്ഞു. 2018 മുതൽ ഇപ്പം 2025 ആയല്ലോ, 7 വർഷം കഴിഞ്ഞു. അവിടെ ഇന്നും ആളുണ്ട്, എക്യുപ്മെന്റ്സ് ഒന്നുമില്ല, ആളുണ്ട്, ഓഫീസുണ്ട്. ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഒരു ഓഫീസും ലൈറ്റും എക്സ്പെൻസും സ്റ്റാഫിന്റെ കൂലി ശമ്പളമൊക്കെ ആകുമ്പം മിനിമം ഏറ്റവും കുറഞ്ഞത് 3 ലക്ഷം രൂപയെങ്കിലും ഒരു മാസം ചെലവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് 36 ലക്ഷം രൂപ ചെലവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ 7 വർഷം ഇവർ ചെലവ് ചെയ്ത് അവിടെ ഒരാളിനെ ഒന്നുമില്ലാതെ തീറ്റിപ്പോറ്റി വെക്കുന്ന ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അവരുടെ ആ ഉദ്ദേശം ഏഴിമല നേവൽ അക്കാഡമി ആയിരുന്നു. ഇത് ചിലപ്പം പറഞ്ഞാലായിരിക്കും മനസ്സിലാവില്ല. ഏഴിമല നേവൽ അക്കാഡമിയിലേക്ക് വരുന്ന ഡിഫൻസ് വിഭാഗത്തിന്റെ വലിയ വലിയ ഫ്ലൈറ്റുകളും കാര്യങ്ങളും വലിയ തന്ത്രപ്രധാനമായ ആൾക്കാർ VIP VVIP ഒക്കെ വരിക കണ്ണൂർ എയർപോർട്ടിലാണ്. കണ്ണൂർ എയർപോർട്ടിൽ വന്നിട്ടാണ് അവർ പയ്യന്നൂരുള്ള ഏഴിമല നേവൽ അക്കാഡമിക്ക് ബൈ ഹെലികോപ്റ്റർ വഴി പോകും. അപ്പൊ ഈ രഹസ്യങ്ങൾ മൊത്തം ചോർത്തി കൊടുക്കാൻ വേണ്ടി ഒരാളിനെ അവിടെ 7 വർഷമായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് ഈ ടർക്കിഷ് കമ്പനി. അവരെ കൊണ്ട് അവിടെ ഒരു ബിസിനസ്സും ഇല്ല, അവിടെ ഒരു പരിപാടി നടക്കുന്നില്ല. വെറുതെ 7 വർഷമായിട്ട് ഒരു കമ്പനി അവിടെ നിർത്തിയിരിക്കുകയാണ് ഈ വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട്. അതുകൂടാതെ നമ്മുടെ ഏഴിമല നേവൽ അക്കാഡമിയിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത് വരുന്ന ഒരുപാട് നമ്മുടെ ഇന്ത്യയിലെ നാവിക ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവര് പല സ്ഥലത്തുള്ളവരാണ്. അവർക്ക് ഏറ്റവും അക്സസിബിലിറ്റി ഉള്ള ഒരു എയർപോർട്ട്, നിയറസ്റ്റ് എയർപോർട്ട് തന്നെ കണ്ണൂരാണ്. അപ്പം ഞാൻ പല പ്രാവശ്യവും കണ്ണൂർ എയർപോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ആ ഫ്ലൈറ്റിനകത്ത് നമുക്ക് ഈ മുടി വെട്ടുകൾ കണ്ടറിയാം, ഇവർ പട്ടാളക്കാരാണ്, ഇവർ ആർമിയാണ്, നേവലിയാണ്. അവരെ മുടി സ്റ്റൈൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം മിക്കവാറുള്ള എല്ലാ ഫ്ലൈറ്റിലും അവിടുന്ന് പാസ് ഔട്ട് ചെയ്ത് വരുന്ന ഇന്ത്യ വീരന്മാരാണ് അവിടുന്ന് പാസ് ഔട്ട് ചെയ്ത് വരുന്നത്. അവർ ഏത് നാട്ടിലേക്കാണ് പോകുന്നത്, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. കാരണം ഈ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് എടുക്കാൻ പറ്റും. അതായത് ഓരോ എയർപോർട്ടിലും ഇവര് നുഴഞ്ഞു കയറി നമ്മുടെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഒന്നും കൂടി പറയാം, 2008 ഈ കമ്പനി
കൊച്ചി എയർപോർട്ടിൽ തുടങ്ങുന്ന സമയത്ത് അന്ന് വേറെ ഒന്നുമില്ല. അന്ന് എയർ ഇന്ത്യയുടെ സ്റ്റാഫ് കൊച്ചി എയർപോർട്ടിൽ ഒരു സമരം ചെയ്തു. അന്ന് ആരും ചെവിക്കൊണ്ടില്ല. ആ സ്റ്റാഫിനെ എല്ലാം വാണിംഗ് ചെയ്തു. ഗവൺമെന്റിന്റെ എംപ്ലോയീസ് ആണ് ഇവര് തുർക്കിഷ് കമ്പനിയാണ്, ഇവർ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തു. സമരം ചെയ്തവർക്കൊക്കെ ഓരോരോ എന്തൊക്കെയാ പറയാ, നമ്മളുടെ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്ത് നമുക്കറിയാമല്ലോ. അങ്ങനെ ചെയ്ത് ശരിക്കും പറഞ്ഞ ജീവച്ഛവാക്കി വെച്ചു. അങ്ങനെയാണ് അവർ കൊച്ചിയിലൊക്കെ കയറുന്നത്. ഈ സെലിബിയെ കൊണ്ടുവന്നത് നമ്മളുടെ രാജ്യസുരക്ഷകൻ മഹാമോശാണ്. ഇന്ന് നമ്മളുടെ ഗവൺമെന്റ് എടുത്ത തീരുമാനം വളരെ നന്നായി. അതാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത്, മിഷൻ അക്കംപ്ലിഷ്ഡ്, ടാർഗറ്റ് അച്ചീവ്ഡ്. ഇനിയും കൂടുതൽ വരാനിരിക്കുന്നു. യെസ്, അതിനായി നമുക്ക് കാത്തിരിക്കാം. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇപ്പോൾ മോഹനൻ സാർ പറയുന്ന വിവരമനുസരിച്ച് 2008 സെലബി നമ്മുടെ വിമാനത്താവളങ്ങളിൽ ഈ കാർഗോ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എല്ലാ അത്തരത്തിലുള്ള ചുമതലകൾക്കായി, നിർണായക ചുമതലകൾക്കായി നിയോഗിക്കപ്പെടുന്നത് 2008. പിന്നീട് ഇവിടെ നടന്ന ചില സംഭവവികാസങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അങ്ങേയറ്റം സുരക്ഷ നിലനിൽക്കേണ്ട വിമാനത്താവളങ്ങളിൽ സെലബിയുടെ സാന്നിധ്യം ഒരു തരത്തിലും ഈ ഘട്ടത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ ഒരു നിലപാട് എടുത്തിരിക്കുകയാണ്. ഇവരുടെ സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കുന്ന അവസ്ഥയിലേക്ക് അല്പസമയത്തിന് മുമ്പ് ആ തീരുമാനം വന്നിരിക്കുന്നു. സെലബിയെ നമുക്ക് ഇനി ഇവിടെ വെച്ച് വാഴിക്കണമോ? അല്ല, സെലബി മാത്രമല്ല, ഇവിടെ കുറെ തെറ്റായ പ്രവണതകളുണ്ട്. അത് കാലാകാലമായി ഇവിടെ അടിഞ്ഞുകൂടിയതാണ്. നമ്മൾക്ക് ഇപ്പോഴും ഈ ശത്രു ആരാണ്, മിത്രം ആരാണ് എന്ന കൃത്യമായ ധാരണയില്ലാത്തൊരു പ്രശ്നം പലർക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം തരാം. 1999 കാർഗിൽ യുദ്ധം. കാർഗിൽ യുദ്ധത്തിൽ മലമടക്കുകളിൽ നമ്മൾ ഈ മഞ്ഞുകാലത്ത് വന്ന് ആ കരാർ ലംഘിച്ചുകൊണ്ട് സ്ഥാനം പിടിച്ച തീവ്രവാദികളെ തുരത്താൻ ഇന്ത്യൻ എയർഫോഴ്സ് വിമാനങ്ങൾ ബോംബിടാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു പ്രശ്നം വന്നത്. നമുക്കൊരു 3 കിലോമീറ്റർ റേഞ്ചിൽ പോയിട്ടാണ് ബോംബിടുന്നത്. ആ കിലോമീറ്റർ എന്ന് പറയുന്നത് അവരുടെ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകളുടെ, റോക്കറ്റുകളുടെ പരിധിയിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അഹൂജ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വിമാനങ്ങൾ തകർന്നു പോയത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ എന്ത് ചെയ്യും എന്നൊരു ചിന്ത വന്നു. അപ്പോഴാണ് ഈ എന്താ പറയാ, ലേസർ ഗൈഡഡ് മിസൈൽസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ, അതായത് ആ മിസൈലുകളുടെ ആവശ്യം വന്നു. അത് വന്നാൽ 5 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മിസൈൽ അയച്ചാൽ ഈ ചൂട് നോക്കി, മനുഷ്യ ശരീരത്തിന്റെ ചൂട്, ഇവർ കയ്യിൽ പിടിക്കുന്ന ആയുധങ്ങളുടെ ചൂട് നോക്കി പോയി അടിച്ചോളും. അത് വന്ന സമയത്ത് അത് അമേരിക്കയുടെ കയ്യിലുണ്ട്, ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. അമേരിക്ക നമുക്ക് തരാൻ വിസമ്മതിച്ചു. പക്ഷേ ഇസ്രായേൽ തന്നു. അന്ന് എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് ഇസ്രായേൽ അർജന്റായ എന്താ പറയാ ഷിപ്മെന്റ് ഇന്ത്യയിലേക്ക് അയച്ചു. അത് ഉപയോഗിച്ചിട്ടാണ് പിന്നീട് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് വിമാനങ്ങൾ ഈ മലമടക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളെ നശിപ്പിച്ചത്. എന്താണ് ഇവിടെ സംഭവിച്ചത് അതിനുശേഷം? ഇവിടെ ഈ ഹമാസ് എന്ന് പറയുന്ന, നിങ്ങൾ നോക്കി, ഒരു 1ാം നമ്പർ ടെറർ ഓർഗനൈസേഷൻ. ഹമാസിന്റെ പ്രതിനിധികൾ JNK, അതായത് പാക് ഓക്കുപ്പൈഡ് POKയിൽ വന്നിട്ട് പാകിസ്ഥാന് അനുകൂലമായി പ്രസംഗിക്കുന്ന വീഡിയോകൾ വന്നിട്ടുണ്ട്. അത് കേരളത്തിലെ ജനം ഉൾപ്പെടെയുള്ള, ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് കാണിച്ചിട്ടുണ്ട്, ആ ന്യൂസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ വിരുദ്ധ ഇസ്ലാമിക തീവ്രവാദ ജിഹാദി സംഘടനയായ ഹമാസ്, ആ ഹമാസ്, ഇത് POKയിൽ വന്ന് നമുക്കെതിരെ പ്രസംഗിക്കുന്ന ഈ ഹമാസ്, ആ ഹമാസ് 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നടത്തിയ ആക്രമണം, അതിനെതിരെ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഇവിടെ ഹമാസിന് വേണ്ടി വാദിക്കാൻ ആളുണ്ടെന്ന്, ഇസ്രായേലിനെതിരായി സമരം ചെയ്യാൻ, ഇസ്രായേലിനെതിരായി സിന്ദാബാദ് വിളിക്കാൻ ആളുണ്ടെന്ന്. പാലസ്തീനെ അല്ല ഇസ്രായേൽ ആക്രമിക്കുന്നത്. ഇവള് വളരെ കരുതിക്കൂട്ടി നുണ പ്രചരിപ്പിച്ചില്ലേ. ഗാസ മുനമ്പിൽ ഉള്ള ഹമാസിന്റെ കീഴിലുള്ള ഭാഗമാണ്. ഈ വെസ്റ്റ് ബാങ്കും ഒക്കെയാണ് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ കയ്യിലുള്ളത്. അവിടെയല്ല ഇവരടിച്ചത്. ഈ പ്രശ്നം മുഴുവൻ ഗാസയിലാണ്. അപ്പോ അങ്ങനത്തെ ഹമാസ് നേതൃത്വം കൊടുക്കുന്ന, ഭരിക്കുന്ന ഹമാസ് ഗാസയിലേക്ക് ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ, അവര് അതിനെ ആക്രമിച്ചപ്പോൾ, അവർക്ക് ഉണ്ടായ നിരപരാധികളുടെ ജീവൻ നഷ്ടത്തിന് പകരം വീട്ടിയപ്പോൾ, നമ്മളിപ്പോ ചെയ്യുന്ന പോലെ അതേപോലെ ചെയ്തപ്പോൾ, നമ്മളെ ആയുധം തന്ന് സഹായിച്ച കാർഗിൽ യുദ്ധത്തിലെ സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മളെ ആയുധം തന്ന് സഹായിച്ച ഇസ്രായേലിനെ എതിർക്കാനും ഹമാസിനെ അനുകൂലിക്കാനും ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു. ഒരു TV ചർച്ചയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നോട് ചോദിച്ചു, ഹമാസിനെ ഇന്ത്യ നിരോധിച്ചിട്ടുണ്ടോ എന്ന്. ഹമാസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ.
പക്ഷെ ഹമാസ് POK വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ പ്രശ്നം. നമുക്കിപ്പോൾ ശത്രു മിത്രമാരല്ല. ഈ തുർക്കി, അതുപോലെ മലേഷ്യ, 2 രാജ്യങ്ങൾ, അസർബൈജാൻ അപകടകരമായ നിലപാടെടുത്തിരിക്കുക. നമ്മൾ ആ മലേഷ്യ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? പാകിസ്ഥാനുമായ ഒരു പ്രശ്നത്തിൽ ഈ മലേഷ്യ പാകിസ്ഥാൻ നിലപാടെടുത്തു. അന്ന് മുതൽ നമ്മൾ മലേഷ്യയിൽ നിന്നും ഈ എന്താ പറയാ പാമോയിൽ ഇറക്കുമതി നിർത്തി. അപ്പൊ അത് വലിയ സാമ്പത്തിക നഷ്ടം മലേഷ്യക്ക് വരുത്തിയിട്ടുണ്ട്. അപ്പോ നമ്മളോട് പെരുമാറുന്നത് പോലെ വേണം ബാക്കിയുള്ളവരോട് പെരുമാറാൻ. നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നേഷൻസ് ഇൻട്രസ്റ്റ്, രാജ്യ താല്പര്യമാണ് വലുത്, ഏറ്റവും വലുത് രാജ്യ താല്പര്യമാണ് എന്ന ചിന്താഗതി വെച്ചു പുലർത്തി മുന്നോട്ട് പോകണം. അതിന്റെ ഒരു ലക്ഷണം അത് കണ്ടത്. കുട്ടിക്ക് ഒരാവശ്യം ചെയ്യേണ്ട ഒരാവശ്യമില്ല. അവൻ മിസൈൽ കാരണക്ക് കൊള്ളൂല എന്നുള്ളത് ലോകപ്പം മനസ്സിലാക്കി. ഇപ്പൊ പാകിസ്ഥാൻ അവൻ മിസൈൽ കൊടുത്തപ്പോ ഉണ്ടായ ഗുണം എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ആരും ആ സാധനം വാങ്ങൂല. ഇപ്പൊ ചൈനന്റെ തുർക്കിന്റെ സാധനം ഇനി ആരും വാങ്ങൂല. ആ തോതിലായി. അതോടെ ആകെ ഉണ്ടായ ഗുണം അതാണ്. ഇപ്പോൾ ഇന്ത്യ വ്യാപാര കരാറുകൾ റദ്ദാക്കും. നമ്മളെ ആളുകൾ 10,000-കണക്കിന് ആളുകൾ തുർക്കിയിൽ വെക്കേഷനിൽ പോവാറുണ്ട്, ട്രിപ്പ് പോവാറുണ്ട്. ഒക്കെ ഇപ്പൊ ക്യാൻസൽ ചെയ്യാം, എല്ലാവരും ക്യാൻസൽ ചെയ്യാം. കാരണം ബോയ്ക്കോട്ട് തുർക്കി ഇപ്പോ ആ മേഖലയിൽ ഒരു മുദ്രാവാക്യം. ഇപ്പോൾ തന്നെ ഒരു 6,000 കോടി രൂപയുടെ നഷ്ടം, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ഇപ്പോൾ തന്നെ ഒരു 6,000 കോടി രൂപയുടെ നഷ്ടം ഇതുമായി ബന്ധപ്പെട്ട് തുർക്കിക്ക് ഉണ്ടായി എന്നാണ് സാമ്പത്തിക രംഗത്തുള്ളവരുടെ ഒക്കെ ഒരു വിലയിരുത്തൽ. അതെ. ഇപ്പൊ ഓർമ്മയുണ്ടോ, പണ്ട് മാലിദ്വീപ്സ് അനാവശ്യമായ ചില വാക്കുകൾ ഉപയോഗിച്ചു. അവർ ചൈനയുമായി വല്ലാണ്ട് അടുത്തു. നരേന്ദ്രമോദി എന്താ ചെയ്തത്? നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയി കടലോരത്ത് ഒരു കസാര വലിച്ചിട്ടിരുന്നു. ഞാൻ അന്ന് ലക്ഷദ്വീപിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം തർജ്ജമ ചെയ്യാനും ഇന്ററാക്ഷനിൽ ട്രാൻസ്ലേറ്റർ ആവാനും എനിക്ക് അവസരം കിട്ടിയത്. അദ്ദേഹം ആകെ ചെയ്തത് ആ ലക്ഷദ്വീപിലെ കടലോരത്ത് ഒരു കസാര വലിച്ചിട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്ത് സുന്ദരമായ സ്ഥലമാണിത്, നമ്മൾ എന്തിനാ വിദേശ രാജ്യങ്ങളിലെ ബീച്ചുകളിൽ പോകുന്നു, ഇവിടെ വന്നാൽ പോരെ. അതിനുശേഷം ലക്ഷദ്വീപിലെ റിസോർട്ടുകൾക്ക് ഒഴിഞ്ഞ സമയമില്ല, ലക്ഷദ്വീപിലേക്കുള്ള വിമാനത്തിന് സീറ്റ് ഒഴിഞ്ഞ സമയമില്ല. അതാണ് അവസ്ഥ. മാലിദ്വീപ് അവസാനം വന്ന് നമ്മളെ കാല് പിടിച്ചു. കാരണം അത് പൂട്ടിപ്പോവും. മാലിദ്വീപിലെ റിസോർട്ട് ഇന്ത്യക്കാർ പോവാതായാൽ അത് പൂട്ടിപ്പോവും. ഈ പാകിസ്ഥാൻ എന്ന ദരിദ്ര രാജ്യത്തിലെ ജനസംഖ്യ 24 കോടിയാണ്. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് അതിന്റെ ഒരു ഇരട്ടി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇവരാണ് ഈ പൈസ ചെലവാക്കി വിദേശ രാജ്യങ്ങളിൽ വെക്കേഷനിൽ പോകുന്നത്. അപ്പോൾ നമ്മളെ പോലത്തെ ഒരു രാജ്യം ഇത്തരത്തിൽ പെരുമാറണം. ഏത് രീതിയിലാണ് നമ്മൾ ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയേണ്ടത്, മിത്രങ്ങളോട് എങ്ങനെ പെരുമാറണം, ശത്രുക്കളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന്റെ തെളിവാണിത്. ഇത് ഈ രാജ്യത്തിന്റെ, ഇതാണ് ന്യൂ ഇന്ത്യ, പുതിയ ഇന്ത്യയുടെ സ്വഭാവമാണിത്. ഇത് മനസ്സിലാക്കി ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഈ രാജ്യത്തുള്ളതാണ് ഇത് ഇപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുർക്കിക്ക് വലിയ പാഠമാണ്. തുർക്കിക്ക് മാത്രമല്ല, ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്ന എല്ലാവർക്കും വലിയ പാഠമാണ്. ഒരു സംശയമില്ല ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് രാജ്യ താല്പര്യമാണ് നമുക്ക് ഏറ്റവും വലുത് എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് പോകുന്നത്. പ്രൊഫസർ റോണി കെ ബേബി, ശ്രീപത്മനാഭൻ സാർ ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യ താല്പര്യമാണ് നമുക്ക് വലുത്, സാമ്പത്തിക താല്പര്യങ്ങളല്ല എന്ന് അടിവരയിട്ട് വ്യക്തമാക്കേണ്ട സാഹചര്യമാണ്. ആ രീതിയിലാണ് ഭാരതം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നോക്കൂ, ഈ സെലബി എന്ന് പറയുന്നത്, സെലബിയുടെ ഉടമസ്ഥ ആരാണെന്നുള്ള വിവരം ഇന്ന് ജനം TV-യാണ് പുറത്തുവിട്ടത്. അത് എർദോഗന്റെ മകൾ സുമയ്യയാണ്. സുമയ്യയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ 400 ഡ്രോണോളം നമ്മുടെ ഭാരതത്തിലേക്ക് അയച്ച് നമ്മുടെ സാധാരണ ജനങ്ങളെ, നമ്മുടെ മിലിറ്ററി ആസ്ഥാനത്തെ, മിലിറ്ററി സംവിധാനങ്ങളെ എല്ലാം ആക്രമിക്കാൻ വേണ്ടി ഡ്രോൺ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ് സുമയ്യ എർദോഗന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ. എത്രത്തോളം വലിയ സുരക്ഷാ ഭീഷണിയാണ് ഈ സെലബി പോലെയുള്ള ഈ ഏജൻസികൾ നമ്മുടെ രാജ്യത്ത് വിതയ്ക്കുന്നത്? നമ്മുടെ കേരളത്തിലെ കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ സെലബിയുടെ പ്രവർത്തനം ഇങ്ങനെ വ്യാപകമായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. 2008-ലാണ് UPA-യുടെ കാലത്താണ് സെലബി ഈ മണ്ണിലേക്ക് വരുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ സെലബിയെ പിന്തുണയ്ക്കുന്നുണ്ടോ അതോ തള്ളിക്കളയുമോ? ഈ ഘട്ടത്തിൽ സെലബിയെ പിന്തുണയ്ക്കേണ്ട ആവശ്യമൊന്നും കോൺഗ്രസിനില്ല. ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 2008-ലെ UPA ഗവൺമെന്റിന്റെ കാലത്താണ് സെലബി ഇവിടെ വന്നത് എന്നൊരു പരാമർശം ഉണ്ടായി. പക്ഷെ നമുക്കറിയാം എപ്പോൾ തൊട്ടാണ് ഈ പറയുന്ന തുർക്കി നമ്മുടെ ശത്രുരാജ്യമായി മാറിയത് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം.
അതായത് ഈ പാകിസ്ഥാനെ ഇപ്പോൾ നടന്ന ഈ കോൺഫ്ലിക്റ്റില്, ഇന്ത്യയും പാകിസ്ഥാനും നടന്ന കോൺഫ്ലിക്റ്റില് പാകിസ്ഥാന് അനുകൂലമായി തുർക്കി നിലപാട് സ്വീകരിച്ചപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന തുർക്കിയുമായി അല്ലെ തുർക്കി ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് വന്നത്. 2017 എർദോഗൻ ഇന്ത്യയിലെത്തി. കൃത്യമായി പറഞ്ഞാൽ 2017 മെയ് 1 അത് വളരെ ആവേശഭരിതമായ ഒരു സ്വീകരണമാണ് എർദോഗന് ഇന്ത്യ നൽകിയത്. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിൽ തന്നെ എർദോഗനെ ആശ്ലേഷിച്ചുകൊണ്ട്, അദ്ദേഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഏറ്റവും ഇന്ത്യയുടെ അടുത്ത സൗഹൃദ രാജ്യമാണ് തുർക്കി എന്നുള്ള ഒരു സന്ദേശമാണ് 2017 എർദോഗന് നൽകിയത്. അപ്പോൾ 2008 ഇതിനകത്ത് UPA ഗവൺമെന്റിനെ വലിച്ചഴിച്ച് കോൺഗ്രസ് ആണ് ഇതിനകത്ത് കൊണ്ടുവന്നത് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക്. കാരണം എപ്പോഴൊരു എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരു തുർക്കി വിരുദ്ധ വികാരം രാജ്യത്തുണ്ടാകുമ്പോൾ അത് എന്തിനാണ് കോൺഗ്രസിനെതിരെ ചാരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് തന്നെ അമിത് മാളവിയ BJPയുടെ IT സെൽ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇതിന് പ്രതികരിക്കാത്തത്? നമ്മൾ ഈ കേന്ദ്ര സർക്കാരല്ലേ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് പ്രൊഫസർ റോണി കെ ബേബി? അപ്പോൾ തന്നെ നോക്കൂ, കേന്ദ്ര സർക്കാരാണ് ഈ തുർക്കി കമ്പനിക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കിയിരിക്കുകയാണ്. അത് തന്നെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഈ സെലിബി ഏവിയേഷനക്കാർ ഉൾപ്പെടെ പിന്നെ ഉപരിയായി തുർക്കിയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ശത്രു രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ തുർക്കിക്കെതിരെ നമ്മൾ എന്ത് നിലപാടെടുത്തു? നമ്മൾ തുർക്കിക്കെതിരെ വളരെ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുത്തത്? അല്ല, തുർക്കി ഈ ഒരു സിന്ദൂർ ഓപ്പറേഷന് ശേഷമാണല്ലോ തുർക്കിയെ ഒരു ശത്രു രാജ്യമായി പ്രഖ്യാപിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നത്. അതനുസരിച്ച് വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ ആ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിന് എന്താണ് ഇക്കാര്യത്തിൽ നിലപാട്? രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയല്ലേ, ആ നിലപാട്? കോൺഗ്രസ് ഇതിന്റെ അകത്ത് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതിനേക്കാൾ എന്താണ് ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടം ഇതിനകത്ത് എടുത്ത നിലപാട്? അതൊന്ന് പറഞ്ഞു പോകാം. കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിന് ശേഷം തുർക്കിയെ ഒറ്റപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഡൽഹിയിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. തുർക്കിക്കെതിരെയാണോ കോൺഗ്രസിന്റെ വികാരം? തുർക്കിയെ ഒറ്റപ്പെടുത്തേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കളായ ജയറാം രമേശും പവൻ ഖേരയും തമ്മിലുള്ള ഒരു സംഭാഷണം നമ്മുടെ മുന്നിലുണ്ട്. അതൊന്ന് കണ്ടിട്ട് എന്താണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് എന്നൊന്ന് നമുക്ക് കണ്ടുവരാം. ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടുപോയതിനു ശേഷം നമുക്ക് ഈ സംവാദത്തിലേക്ക് തിരികെ എത്താം. थैंक यू। सर टर्की बॉयकॉट, टर्की के बायकॉट पे सर इस पर भी हम शीघ्र आपसे जरूर सर ആ വിഷ്വൽസ് ഒന്നുകൂടി കാണിക്കണം എന്ന് PCR-നോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രൊഫസർ റോണി കെ ബേബി, ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. തുർക്കിയെ ബഹിഷ്കരിക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ തലതൊട്ടപ്പന്മാരായ രണ്ട് നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ വ്യക്തമല്ലേ? ഇത് പിന്നീട് ഇക്കാര്യത്തിൽ നിലപാടൊക്കെ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ നിമിഷം വരെ ഇക്കാര്യത്തിൽ തുർക്കിക്കെതിരെ ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പ്രൊഫസർ റോണി കെ ബേബി. എനിക്ക് ഇതിനകത്ത് മനസ്സിലാകാത്ത കാര്യം, നമ്മൾ ഇത് എന്തൊരു തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഇവിടെ? ഈ തുർക്കിക്കെതിരെ നിലപാടെടുക്കുന്ന കേന്ദ്ര സർക്കാർ. ഞാൻ 3 ചോദ്യം ചോദിക്കട്ടെ. തുർക്കിയെ ഇന്ത്യയുടെ ശത്രുരാജ്യമായി നമ്മൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? 1. 2, തുർക്കിയുടെ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനെയും വിദേശകാര്യ മന്ത്രാലയത്തേക്ക് വിളിച്ചു വരുത്തി നിങ്ങൾ ഈ പാകിസ്ഥാന് കൊടുക്കുന്ന പിന്തുണയെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു, ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. ഇതൊരു പ്രസ്താവനയെങ്കിലും ഇതുവരെ നടത്താനായിട്ട് നമ്മുടെ ഇന്ത്യ എന്തൊരു നിലപാടാണ് പ്രൊഫസർ റോണി കെ ബേബി? ഞാൻ അങ്ങയിലേക്ക് വരാം. പ്രൊഫസർ പി അനിൽകുമാർ ഞാൻ അങ്ങയിലേക്ക് വരാം. പ്രൊഫസർ പി അനിൽകുമാർ, ഇതാണോ രാജ്യത്തെ ഒരു പ്രതിപക്ഷ കക്ഷി സ്വീകരിക്കേണ്ട സമീപനം എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത ആ ദൃശ്യങ്ങൾ മാത്രം മതി കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാകാൻ. നേരത്തെ തുർക്കി നമ്മുടെ സൗഹൃദ രാഷ്ട്രമായിരുന്നു. ഒരു ഭൂകമ്പം വന്നപ്പോൾ കൈയയച്ച് സഹായിച്ചവരാണ് നമ്മൾ. വലിയ ഉഭയകക്ഷി ബന്ധം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ആ ചിത്രമൊക്കെ മാറിയില്ലേ? നമ്മുടെ ഭാരത മണ്ണിലേക്ക് 400-ലേറെ ഡ്രോണുകളാണ് പറന്നിറങ്ങിയത്. അതും ടർക്കിഷ് കമ്പനിയുടെ. വളരെ കൃത്യമായി ഭാരതത്തിനെതിരെ ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ടർക്കിയിൽ നിന്നും ഈ ഡ്രോണുകൾ അത്രയും വാങ്ങുന്നത്. ഈ കോൺഗ്രസിന്റെ നിലപാടിനെയൊക്കെ എങ്ങനെ കാണണം സാർ? അല്ല, നമ്മള് യഥാർത്ഥത്തിൽ കണ്ടു പഠിക്കേണ്ടുന്ന ചില സംഭവങ്ങളുണ്ട് ചരിത്രത്തിൽ.
അമേരിക്ക തന്നെ പണ്ട് അമേരിക്കയിൽ ഒരു കമ്പനി, അമേരിക്കയുടെ നട്ടത്തിൽ പോയ ഒരു കമ്പനി ചൈന വാങ്ങുവാൻ ഒരിക്കൽ ഒരു ശ്രമം നടത്തിയപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇടപെട്ട ആ ഡീല് തടഞ്ഞു. അതായത് അമേരിക്കയുടെ നഷ്ടത്തിൽ ഓടിയ ഒരു ഓയിൽ കമ്പനി ചൈന വാങ്ങാൻ ശ്രമിച്ചപ്പോ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ട് അത് തടഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇത് ഞങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് എതിരാണ്, ദേശീയ സുരക്ഷയ്ക്ക് എതിരാണ്, അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യുന്നു. വേറെ ഒരു ന്യായവും പറഞ്ഞില്ല എന്നുള്ളതാണ്. അവര് മോശമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ലീഗലായിട്ട് തന്നെയാണ് ചൈനീസ് കമ്പനി അമേരിക്കയുടെ ഓയിൽ കമ്പനി പർച്ചേസ് ചെയ്യാൻ പോയത്, മേടിക്കാൻ പോയത്. പക്ഷേ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ദേശ സുരക്ഷയെ കരുതി, ദേശ സുരക്ഷയുമായി ബന്ധപ്പെടുത്തി ഇത് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധയപ്പെടുത്താം. നമ്മുടെ വിഴിഞ്ഞം പ്രോജക്ടിന്റെ ബിൽഡിംഗ് സമയത്ത് പോലും കേന്ദ്ര സർക്കാർ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. എന്റെ അറിവ് ശരിയാണെങ്കിൽ പല ചൈനീസ് കമ്പനികളും പല സന്ദർഭങ്ങളിലും ഇത് അവിടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ ദേശ സുരക്ഷയെ കരുതി നമ്മൾ അതൊക്കെ തട്ടിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോ ഈ ഉണ്ടായിട്ടുള്ള പ്രശ്നം അടിയന്തരമായി ശരിക്കും കേന്ദ്ര സർക്കാർ കൃത്യമായി നിലപാടെടുത്തു. പക്ഷെ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇന്ത്യയിലെ മുഴുവൻ ദേശസ്നേഹമുള്ള വ്യക്തികളും ഭാരതീയരും പൗരന്മാരും തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ ഒറ്റപ്പെടുത്തേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. അത് രാഷ്ട്രീയം മറന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. രാഷ്ട്രീയത്തിന് എന്താണ് പ്രത്യേകിച്ച് താല്പര്യം എന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയക്കാർക്ക് അതെന്താണ് പറയാൻ ഇത്ര വൈമുഖ്യം? ആ ഒരു കമ്പനിയെ ഒറ്റപ്പെടുത്തണമെന്ന് പറയാൻ നമ്മൾ ഇത്ര മടി കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ, അത് BJP ആണെങ്കിൽ പോലും നമ്മൾ അവരെ വിമർശിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോ ചെയ്യേണ്ടത് പൂർണ്ണമായും ഈ കമ്പനിയെയും അതുപോലെ തന്നെ തുർക്കി എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠന വിഭാഗവുമായി തുർക്കിയിലെ ഒരു യൂണിവേഴ്സിറ്റിക്ക് എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ എഗ്രിമെന്റിൽ ഒപ്പിട്ട് വെച്ചിരുന്നു. ആ യൂണിവേഴ്സിറ്റി അത് ക്യാൻസൽ ചെയ്യാണ്, അതെടുത്ത് കളയുകയാണ്. അവർ പറഞ്ഞു ഞങ്ങൾ ഇത് വില്ലിങ് അല്ല, ഇനി ഇത് ദേശ സുരക്ഷയെ കരുതി ഞങ്ങളത് റദ്ദാക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ധാരാളം ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് രാഷ്ട്രം ഇപ്പൊ മുന്നേറുന്നത്. അപ്പൊ പണ്ട് ഇങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് നമ്മളത് അവർക്ക് വേണ്ടത്ര പിന്തുണ കൊടുക്കണമെന്നല്ല ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അങ്ങനെ അല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്തരുണത്തിൽ ഒരു നിമിഷം നേരത്തെ ഈ കരാർ, ഈ തുർക്കിയുമായിട്ടുള്ള സകല കരാറുകളും റദ്ദ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യം നമ്മുടെ ശത്രു രാജ്യത്തെ യുദ്ധസമയത്ത്, അതുവരെയും ആണെങ്കിലും കുഴപ്പമില്ല, യുദ്ധസമയത്ത് വേണ്ടതെല്ലാം നൽകി സഹായിക്കുന്ന ഒരു രാജ്യം 3 കർഗ വിമാനങ്ങൾ പറന്നിറങ്ങി എന്നാണ് റിപ്പോർട്ട്. ശരിയല്ല, എന്തായാലും ഒരെണ്ണം ഇറങ്ങി എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തി നമ്മുടെ ദേശ സുരക്ഷയെ ബാധിക്കുന്ന നിരവധി തീരുമാനങ്ങളും നിരവധി പ്രവർത്തനങ്ങൾ ആ കമ്പനി നടത്തുമ്പോൾ, ദേശ സുരക്ഷ എന്ന് ഞാൻ പറയുന്നത് ഒരു വിമാന കമ്പനിയുടെ കാർഗോ സെക്ഷനുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ? ഇത് അത്ര രഹസ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ രാജ്യത്തെ അപകടപ്പെടുത്താം എന്നറിയില്ലേ? ഒരു വിമാനം അപകടപ്പെടുത്താൻ അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ, നമ്മുടെ എല്ലാ കാർഗോ സെക്ഷന്റെയും മൂവ്മെന്റുകൾ കൺട്രോൾ ചെയ്യുന്ന കമ്പനികളല്ലേ അതൊക്കെ. അതിലൊക്കെ പലരും വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ട് സ്റ്റാഫാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ തുർക്കി കമ്പനി ഇങ്ങനെ വന്ന കാര്യങ്ങൾ നടത്തുമ്പോൾ അതിലൊക്കെ വർക്ക് ചെയ്യുന്ന 90% കോൺട്രാക്ട് സ്റ്റാഫ് ആയിരിക്കും. ഈ കോൺട്രാക്ട് സ്റ്റാഫ് എന്ന് പറയുന്നത് പലപ്പോഴും യാതൊരു വിധമായ സർക്കാരിനോ മറ്റുള്ളവർക്ക് വേണ്ടത്ര നിയന്ത്രണങ്ങളുള്ളവരായിരിക്കത്തില്ല. ഇത്തരം കമ്പനികളെ ഒരു നിമിഷം മുമ്പ് പടിക്ക് പുറത്ത് നിർത്തണം. ആദ്യം പറയേണ്ടത് കേന്ദ്ര സർക്കാരിനോട് ആദ്യം ഈ കമ്പനി പുറത്ത് നിർത്തിയിട്ട് സംസാരിക്കൂ എന്നാണ് കോൺഗ്രസ് പറയേണ്ടത്. കോൺഗ്രസ് എന്നല്ല, മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയേണ്ടത് അങ്ങനെയാണ്. നമ്മൾ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ പറഞ്ഞിട്ട് പോലും ബഹിഷ്കരിക്കാത്ത ചില രാജ്യങ്ങളുണ്ട്. അത് ആ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെന്റ് സ്നേഹം കൊണ്ടാണ്. നിങ്ങൾ ജപ്പാന്റെ കാര്യം എടുത്തു നോക്കൂ. സ്വാതന്ത്ര്യ സമര സമയത്ത് നമ്മൾ വിദേശ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്കരിക്കാൻ പറഞ്ഞൊരു സന്ദർഭത്തിൽ ഗാന്ധി പറയുന്നുണ്ട്, നിങ്ങൾ ജപ്പാന്റെ വസ്ത്രങ്ങളെ കുറിച്ച് ജപ്പാൻ ബഹിഷ്കരിക്കാൻ ആവശ്യമില്ല, ജപ്പാൻ നമ്മളോടൊപ്പം സഹകരിക്കുന്ന രാജ്യമാണെന്ന്. അപ്പോ നമുക്ക് അങ്ങനെ നിലപാടെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു രാജ്യത്തോട് സ്നേഹവും മമതയും ഒക്കെ കാണിക്കുന്നത് നമ്മുടെ ദേശ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. തുർക്കി കമ്പനിയെ നമ്മൾ ഈ ഏതർത്ഥത്തിലാണ് ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും സഹായിക്കേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ഇതിനകത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. പക്ഷെ ജനങ്ങൾ പ്രതികരിക്കുകയാണ്. എത്രയോ സാധാരണക്കാരായ ആളുകൾ സന്തോഷപൂർവ്വം ടൂർ പ്രോഗ്രാമിന് വേണ്ടി ബുക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. അത്ര പോലും ഒരു റിസ്ക് എടുക്കാൻ കേരളത്തിലെയോ ഇന്ത്യയിലെയോ നമ്മുടെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയാത്തതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടത് ദേശ സുരക്ഷയെ കരുതി. ഇവിടെ ന്യായവും അന്യായവും എന്നുള്ള പ്രശ്നം പല കമ്പനികൾക്കുമായിട്ട് നമുക്ക് പല കരാറും ഉണ്ടാവും. അതൊക്കെ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിരിക്കും. പക്ഷേ ദേശ സുരക്ഷയ്ക്ക് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ദേശ സുരക്ഷ എന്ന് പറയുന്നത്.
അവിടുത്തെ ബാക്കിയുള്ള താല്പര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്ക എന്തുകൊണ്ടാണ് ഒരു അമേരിക്കയുടെ നഷ്ടത്തിലോടിയ ഒരു ഓയിൽ കമ്പനി ചൈന മേടിക്കാൻ ചെന്നപ്പോ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ടിട്ടാണ് പറഞ്ഞത് ദിസ് ഡീൽ ഈസ് ക്യാൻസൽഡ്. ഒരു പ്രൈവറ്റ് ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് അത് ഓർക്കണം. സർക്കാരിന്റെ പോലും ഒരു കമ്പനി അല്ലത്. എന്നിട്ട് പോലും പറഞ്ഞു അത് നടക്കില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ട് അവരെ നഷ്ടത്തിലോടി ഒരു കമ്പനി വേറൊരു കമ്പനി മേടിക്കാൻ ചെല്ലുമ്പോ അത് പാടില്ല എന്ന് പറയുന്ന ആ ദേശത്തിന്റെ സുരക്ഷയെ മുൻനിർത്തിയാണ്. അപ്പൊ അവിടെ നമ്മൾ ജനാധിപത്യവും നീതിയും സാരവും ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിനെതിരെ ശക്തമായ യുദ്ധത്തിൽ നിലപാടെടുത്ത ഒരു രാജ്യം, നമ്മുടെ ശത്രു രാജ്യത്തെ നിരന്തരമായി സഹായിച്ച ഒരു രാജ്യത്തെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു തരത്തിലുള്ള സഹായവും എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. വാക്കുകൾ പോലും ഒരു മമത കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തൊക്കെയോ അതിനകത്ത് അടിത്തട്ടിൽ ഉണ്ട് എന്നാണ്. ഞാനിപ്പോ അഴിമതി നടത്തിയെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് അവരുടെ സമയത്ത് അഴിമതി നടത്തിയെന്നോ എന്ന് പറയാൻ ഞാനാളല്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നിശ്ചിതമായി വിമർശിക്കേണ്ടുന്ന സമയത്ത് അത് പറയാതെ നിലകൊള്ളുന്നത് അഴിമതിയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ശ്രീ പ്രൊഫസർ റോണി കെ ബേബി, അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. കോൺഗ്രസ് പറയേണ്ട വളരെ കൃത്യമായി ഈ കമ്പനിയെയും തുർക്കിയെയും തള്ളി പറയേണ്ട ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ നേതാക്കൾ എടുക്കുന്ന സമീപനമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. പ്രൊഫസർ റോണി കെ ബേബി, അങ്ങേക്ക് അതൊന്ന് കൂട്ടിച്ചേർക്കാം. എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട സുഹൃത്ത് അദ്ദേഹം എന്താണ് എഴുതാപ്പുറം വായിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പോലും ഇതുവരെ കോൺഗ്രസിനെതിരെ ഉയർന്നിട്ടില്ല, ആരും ചോദ്യം ചോദിച്ചിട്ടുമില്ല. ഇപ്പോൾ ഇവിടെ കാണിച്ച വിഷന് പോലും തുർക്കി എന്ന് പറയുന്ന രാജ്യവുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തെ കുറിച്ചാണ് ചോദ്യം വന്നത്. അല്ലാതെ ഈ പറയുന്നത് എന്താ തുർക്കിയുമായിട്ടുള്ള കമ്പനിയുമായിട്ട് പിന്നെ കോൺഗ്രസിന് അഴിമതി നടത്തി അഴിമതി ആരോപിക്കുന്നില്ല എന്ന് പോലും ഇനി സംശയത്തിന് മുൻപിൽ നിർത്തേണ്ട കാര്യമുണ്ടോ? ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യവും ഇന്ത്യയുടെ സഖ്യരാജ്യമല്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് അതിന് ഒരു കാലത്തും അംഗീകരിക്കത്തില്ല. രാജ്യസുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് 100% പോലും വിട്ടുവീഴ്ച പാടില്ല. അതിനകത്ത് ഇന്ന് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നടപടി തീർത്തും സ്വാഗതാർഹമാണ്, അത് അഭിനന്ദാർഹമാണ്. തീർച്ചയായിട്ടും അതുപോലെ കുറച്ച് നടപടികൾ വേണം. ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ തുർക്കിയുമായി ബന്ധത്തില് കമ്പനിക്കെതിരെയുള്ള നടപടി അവതരിച്ചിട്ട് അതിന്റെ വഴിയെ പോട്ടെ, ആ നടപടി എടുക്കണം, അതിനെ കരിമ്പട്ടികൾ പെട്ടണം, ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം. പക്ഷെ എനിക്കിവിടെ ചോദിക്കാൻ ചോദ്യം, ഈ തുർക്കിയുമായിട്ടുള്ള ഈ ബന്ധത്തിന് എന്തിനാണ് കോൺഗ്രസിനെ വലിച്ചെടുക്കരുത്? ഞങ്ങളുടെ ഈ ഇന്ത്യക്ക് എതിരായി പാകിസ്ഥാനെ അവർ എപ്പോഴും പിന്തുണച്ചോ അന്ന് മുതൽ തുർക്കി നമ്മുടെ ശത്രുരാജ്യമാണ്. കോൺഗ്രസിന്റെ നിലപാടാണ്. പക്ഷെ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ അവിടെ പിന്നെ ഇത് ഉണ്ടായിട്ട് 10-12 ദിവസം കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ ഈ തുർക്കിക്കെതിരെ നടപടി സ്വീകരിച്ചു. അതാ ഇപ്പോൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചു ചോദിക്കാൻ പറ്റി ആഗ്രഹിക്കുന്നത്, കേന്ദ്ര സർക്കാർ ഇതേവരെ ശത്രു രാജ്യമായി തുർക്കിയെ പ്രഖ്യാപിച്ചോ? കച്ചിൽ നിന്ന് ഒരാളെയും വിളിച്ച് ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം ഇതിനെ രേഖപ്പെടുത്തിയോ? കാര്യം മനസ്സിലാക്കണം. ഇന്ത്യക്ക് പാകിസ്ഥാനുമിടയിൽ പ്രൊഫസർ റോണി കെ ബേബി, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ ആൻഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥാപനമാണ്. ഇവിടെ നരേന്ദ്രമോദി തന്നെ പറയണമെന്നുണ്ടോ ഇക്കാര്യങ്ങളൊക്കെ? ഞാൻ അങ്ങയിലേക്ക് വരാം. മോഹൻ സാറിലേക്ക് പോവുകയാണ്. മോഹൻ സാർ, ഈ വളരെ കൃത്യമായ അന്വേഷണം ഈ വാർത്ത പുറത്തു വന്നയുടൻ തന്നെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു നടപടിയാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നുവെന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. അതായത് ഈ കമ്പനി കൈകാര്യം ചെയ്തിരുന്നത് VIP കാർഗോ, മിലിറ്ററി കാർഗോ, ജനറൽ കാർഗോ, ഈ ആക്ടിവിറ്റീസ് ആണ്. ഇത്തരത്തിൽ ഒരു എയർപോർട്ടിന്റെ എല്ലാ തരത്തിലുള്ള വലിയ നിർണായകമായ ഇടപെടൽ നടത്തുന്ന നിർണായക മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു സംവിധാനം ഈ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്റ്റാഫിന് ലഭിക്കുകയാണ്. നോക്കൂ, എയർ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എയർവേസ് ആവട്ടെ, അവിടെ ഒരു ജോലി കിട്ടണമെങ്കിൽ ഏതെല്ലാം വിധത്തിലുള്ള പരിശോധനകളാണ് നടക്കുന്നത്. ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സമഗ്ര ചിത്രം എടുത്തതിന് ശേഷമാണ് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇത്ര തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകളെ നിയോഗിക്കുന്നത്. ഈ സെലബിയൊക്കെ കൊണ്ടുവരുന്ന ആളുകൾ എവിടെയുള്ളവരാണ്? യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകൾ തന്നെയാണോ എന്നത് പോലും വലിയ സംശയം ഉയർത്തുന്ന ഒരു ഘട്ടമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തൊരു സാഹചര്യം? പ്രത്യേകിച്ച് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് മനസ്സിലാകാത്തൊരു സാഹചര്യം എന്താണ്? മാഡം, ഞാൻ തുറന്നു പറയുന്നത് കൊണ്ട് റോണി സാറോ ആരും ഒന്നും വിഷമിക്കാൻ പാടില്ല. ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ല, ആദ്യം അത് പറയട്ടെ നിങ്ങളോട് എല്ലാവരോടും. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. പക്ഷെ ഞാൻ എയർ ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ട് 33 വർഷം അതിന്റെ ഭാഗമായിരുന്നു. എനിക്ക് റോണി സാറിനോട് ഒരു ചോദിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്, അല്ലാണ്ട് രാഷ്ട്രീയമല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ തന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. സാർ, 2008 ഈ കമ്പനിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അവർക്ക് പിന്നെ നമ്മൾക്ക് മുൻപുള്ള സംഭാരവും ഭക്ഷണവും സാധനങ്ങളും ഒക്കെ കൊടുത്ത് അവരെ വിളിച്ചു വരുത്തുമ്പോൾ
ഇവിടെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 2 സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും നിലവിലുണ്ടായിരുന്നു. അന്ന് ആർക്കും പ്രൈവറ്റൈസ് ചെയ്തില്ല. പക്ഷെ അന്നത്തെ ഗവൺമെന്റിന്റെ ഉദ്ദേശം എയർ ഇന്ത്യയെയും ഇന്ത്യൻ എയർലൈൻസിനെയും എങ്ങനെയെങ്കിലും നഷ്ടത്തിലാക്കി അത് കുത്തുവാള എടുപ്പിച്ച് നമ്മളെ രാജ്യത്തിൽ നഷ്ടാക്കി അപ്പൊ അടുത്തവർ ലാഭം കൊണ്ടുപോകല്ലോ. എവിടെയെങ്കിലും ഒരു ഇല വീണ വേറൊരു ഇലക്കേറ്റ ഗുണം ഉണ്ടാവും. അപ്പം അതുപോലെ ആ 2 കമ്പനിയെയും നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം അന്നത്തെ ഗവൺമെന്റ്, അത് ആരും ആയിക്കോട്ടെ, അതാ ഞാനായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, A or C or B or Z, I am least bothered. ബട്ട് അന്നത്തെ ഗവൺമെന്റ് ഈ ടർക്കിഷ് കമ്പനിയെ ഉള്ളിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും 2 കമ്പനികൾ ഉണ്ടായിരുന്നു. ഈ 2 കമ്പനികളും മനഃപൂർവ്വം നഷ്ടത്തിൽ വെച്ച് നമ്മളുടെ സാമ്പത്തിക ശേഷി, നമ്മളുടെ എല്ലാവിധ സീക്രട്ടും കിട്ടുന്ന ഒരേ ഒരു വകുപ്പ് ശരിക്കും പറഞ്ഞ മേഡം എയർ ഇന്ത്യ ഇതുപോലെ എയർപോർട്ടാണ്. ഈ എയർപോർട്ട് കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഈ രാജ്യസുരക്ഷനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംവിധാനമാണ് എയർപോർട്ട്. അതിന് ഇപ്പൊ അന്നേരം പറയും ഇപ്പം വന്നില്ല ചോദിച്ചൂടെ, അതല്ല ശരി. ടർക്കിഷ് കമ്പനി, ഒരു ടർക്കിഷ് പൗരനായിരുന്ന ഒരാള്, അയാള് ഈ സിവിൽ ഏവിയേഷൻ വ്യോമയാന ഗതാഗത മേഖലയിൽ വളരെ പ്രമുഖനായിരുന്നു. അപ്പം 2022 ടാറ്റ ഈ എയർ ഇന്ത്യ ഏറ്റെടുത്തു. ഗവൺമെന്റിനെ കൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂല. 65,000 കോടി കടം വെച്ചിട്ടാണ് ഈ കമ്പനി ടാറ്റയ്ക്ക് കൊടുക്കുന്നത്. 65,000 കോടി ഗവൺമെന്റിന് താങ്ങാൻ പറ്റൂല. കാരണം ഇതൊന്നും വരുത്തി വെച്ചത് ഇന്നത്തെ ഗവൺമെന്റോ ഒന്നുമല്ല, അത് പഴയ ഗവൺമെന്റ് തന്നെ. അത് യാതൊരു സംശയമില്ല. കാരണം ഞാൻ ആ ഗവൺമെന്റിന്റെ കാലത്ത് ഈ ഗവൺമെന്റ് നല്ല സപ്പോർട്ടായി ജോലി ചെയ്തതാണ്. ഈ 65,000 കോടി രൂപ നഷ്ടം വന്ന ഈ കമ്പനി ടാറ്റയ്ക്ക് കൊടുത്തപ്പം രത്തൻ ടാറ്റ അന്ന് പറഞ്ഞു ഒരു ടർക്കിഷ് പൗരൻ അയാൾ ഈ കമ്പനിയുടെ ചെയർമാനായിട്ട് മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഒറ്റ ദിവസം കൊണ്ട് ഇത് ഗവൺമെന്റിന്റെ കാതിലെത്തി. അന്ന് തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ്, അതായത് 2022 3 വർഷം മുമ്പെയാണ് ഇത് നടന്നത്. അന്നേരം പറഞ്ഞു ടർക്കിഷ് പൗരന്മാർക്ക് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഇത് റിഫ്യൂസ് ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ക്യാമ്പൽ വിൽസൺ എന്ന് പറയുന്ന ഒരു വിദേശി തന്നെയാണ്, പക്ഷെ ഒരാൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അന്ന് അത് കാണിക്കാനുണ്ടായി, ഇന്ന് ഇത് കാണിക്കാനുണ്ടായിരുന്ന ഈ ഗവൺമെന്റിന്റെ ഈ ഒരു ചടുലത അന്നത്തെ ഗവൺമെന്റ് കാണിച്ചിരുന്നുവെങ്കിൽ നമ്മളുടെ പൈസ ഉണ്ടാക്കി, നമ്മളുടെ സാധനം കൊണ്ടുപോയി, നമ്മളുടെ കാശെടുത്ത് അവിടെ കൊണ്ടുപോയി ഡ്രോൺ ഉണ്ടാക്കി പാകിസ്ഥാൻ കൊടുത്ത് പാകിസ്ഥാൻ നമ്മൾ ആക്രമിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരൂലായിരുന്നു. ഇത് രാഷ്ട്രീയമായി കാണാൻ പാടില്ല. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു. ഇപ്പം എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഡിബേറ്റിൽ അത് മറന്നുപോകും. ഞാനിത് 5 ദിവസമായി മാഡം ഞാൻ ഈ പ്രോഗ്രാം എടുത്തിട്ട് ഞാനാണ് ഇത് തുടങ്ങി വെച്ചത്. സത്യം പറഞ്ഞോട്ടെ, എനിക്ക് ഒരുപാട് സെക്യൂരിറ്റി ത്രെട്ടൊക്കെ വരും, ഐ ഡോണ്ട് കെയർ. പക്ഷേ അന്ന് തന്നെ ഞാൻ നിങ്ങളുടെ കണ്ണൂർ ബ്യൂറോയിലുള്ള ഒരു മിഥുൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളോടത്ത് ഞാൻ സംസാരിച്ചു. ഉടനെ അനിൽ നമ്പരുമായിട്ട് സംസാരിച്ചു, ജനൻ ചാനലുമായിട്ട് കോർഡിനേറ്റ് ചെയ്തു. 5 ദിവസം കൊണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തു. അതിന് നന്ദി പറയേണ്ടത് ജനൻ ചാനലിനും അനിൽ നമ്പ്യാർക്കും മിഥുൻ എന്ന കണ്ണൂർ റിപ്പോർട്ടർ. ഞങ്ങൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട്, ഇന്നലെ നുസ്രത് ജഹാൻ മാഡം ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഒരു രഘുനാഥ് സാർ ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും നമ്മുടെ അനിൽ നമ്പ്യാർ സാറും എല്ലാരും കൂടി ചേർന്ന് ഒരു ഡിസ്കഷൻ നടത്തി. ഈ ഡിസ്കഷൻ എത്തേണ്ടടുത്തെത്തി, കൊള്ളേണ്ടടുത്ത് കൊണ്ടു. അതെ, 24 മണിക്കൂറായിരുന്നു. തോന്നുന്ന നിമിഷമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇരിക്കുമ്പോഴത്തേനും ഡീറ്റെയിൽസ് കിട്ടി. അതാണ് പറഞ്ഞത് മിഷൻ അക്കംപ്ലിഷ്ഡ്, ടാർഗറ്റ് അച്ചീവ്ഡ്. ഇതുപോലെ ഇത്രയും ത്വരിതമായിട്ട് നടക്കുന്ന ഒരു ഗവൺമെന്റ് ഞാൻ ശരിക്കും പറഞ്ഞ ഐ സല്യൂട്ട് ദിസ്. താങ്ക് യു മാഡം. യെസ്, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ഇതാണ് ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. ഈ ടർക്കിഷ് പൗരനെ ഇങ്ങനെ നമ്മുടെ ഒരു നിർണായകമായ ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് വെക്കരുത് എന്ന നിർണായകമായ തീരുമാനമെടുക്കുന്ന ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി. ഈ ഇച്ഛാശക്തി കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ മോഹനൻ സർ പറഞ്ഞു വെച്ചത്. എയർ ഇന്ത്യയെ എത്രത്തോളം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ആ സമയത്താണ് എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും ഒക്കെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഒരു സമയത്താണ് ഈ പറയുന്ന സെലബി കടന്നു വരുന്നത്. അപ്പോൾ തന്നെ വാദ്രയുടെ ഒരു കമ്പനി ഇത്തരം ജോലികൾ ചെയ്തുകൊണ്ട് ഇവിടെ നിലകൊണ്ടിരുന്നു. വാദ്ര ഏവിയേഷൻ ആ സമയത്ത് 2008 സെലബി വരുന്ന സമയത്ത് വാദ്ര ഏവിയേഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കോടാനുകോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഉപകരണങ്ങൾ എല്ലാം ഇവർ
ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ വിമാനത്താവളങ്ങളിലെ ഈ അതീവ നിർണായകമായ ചുമതലകൾ ഈ വാദ്ര ഏവിയേഷൻസ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വാദ്ര ഏവിയേഷൻസ് ഈ ചിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമാകുകയും സെലബി ഈ രംഗത്തേക്ക് കടന്നു വന്ന് ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. പ്രൊഫസർ റോണി കെ ബേബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം വരികൾക്കിടയിലൂടെ വായിക്കേണ്ടതാണ്. ഇതിൽ അഴിമതി ആരോപണം ആരും ഉന്നയിക്കുന്നില്ല. പക്ഷേ ചില ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. സെലബി പടർന്നു പന്തലിക്കാൻ ഇടയാക്കിയ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അത് ചർച്ച ചെയ്യാതെ ഇപ്പോഴുള്ള ഈ ഡെവലപ്മെന്റ്സിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. കൂടുതൽ ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്കൊക്കെ തിരികെ എത്തേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, 2008 ഒരു ഘട്ടത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ കമ്മീഷൻ എന്നൊരു വാക്ക് കേൾക്കാനുണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടോ? പിന്നെ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ സ്കാം എന്നൊരു വാക്ക്, 11 വർഷമായി സ്കാം, അതായത് കുംഭകോണം, അഴിമതി കുംഭകോണം, സ്കാം കേൾക്കുന്നുണ്ടോ? എന്താ കേൾക്കാത്തത്? ഇന്ത്യ പർച്ചേസ് ചെയ്യുന്നില്ല. ഇന്ത്യ എത്ര ആയിരം കോടി രൂപയുടെ റാഫേലാണ് പർച്ചേസ് ചെയ്തത്? ഇന്ത്യ എത്ര ആയിരം കോടി രൂപയുടെ S-400 ആണ് പർച്ചേസ് ചെയ്തത്? S-400 എന്ന് പറയുന്ന ആ എയർ ഡിഫൻസ് സിസ്റ്റം, അതെ, അത് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഇട്ട പേരാണ് സുദർശന ചക്ര. അത് റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം പർച്ചേസ് ചെയ്തത് 35,000 കോടി രൂപയ്ക്കാണ്. 35,000 കോടി രൂപ, $5.43 ബില്യൺ. $5.43 ബില്യൺ എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ വിദേശ നാണ്യ ശേഖരം. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ വിദേശ നാണ്യ ശേഖരം മൊത്തം അത്രയാണ്. ഇത് $5 ബില്യൺ. ഇന്ത്യ ഇത് പർച്ചേസ് ചെയ്തത് $5.43 ബില്യൺ എന്ന് വെച്ചാൽ 35,000 കോടി രൂപയ്ക്ക് 2018 പർച്ചേസ് ചെയ്തു. ആ കരാറിനെ അമേരിക്ക എതിർത്തു. ആ കരാറിനെ അമേരിക്ക കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ പുടിനുമായി നമ്മൾ സംസാരിച്ച് റഷ്യയുടെ ചില സാമ്പത്തിക പ്രതിസന്ധികൾ, കാരണം റഷ്യ സാമ്പത്തികമായിട്ട് അത്ര പഴയ അവസ്ഥയൊന്നും അല്ലല്ലോ, അറിയാലോ. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം അവർ ഒരുപാട് സാങ്കേതിക വിദ്യയിലൊക്കെ വളരെ മുന്നോട്ട് പോയെങ്കിലും അവര് വലിയ സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ള രാജ്യമാണ്. അവരുടെ അത് കണക്കിലെടുത്ത് അവർക്ക് ഇന്ത്യയുമായി ഡീൽ ഒപ്പിടേണ്ടി വന്നു. റാഫേൽ ഡീൽ. കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ ആവശ്യമാണ് നമുക്ക് 4th ജനറേഷൻ ജെറ്റ്സ് വേണമെന്ന്. അത് സംസാരിച്ച് അതിൽ ഏതാണ്ട് റാഫേൽ കൊള്ളാം എന്ന തീരുമാനം എടുത്തപ്പോഴാണ് വാജ്പേയി സർക്കാർ പോയത്. അതിനുശേഷം ഡിഡ് എനിത്തിങ് ഹാപ്പൻ? എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഒരു ചുക്കും സംഭവിച്ചില്ല. ഒരു ഹെലികോപ്റ്റർ ഡീല് പകുതി വെച്ച് ക്യാൻസൽ ആയി. അതിന്റെ അഴിമതി ആരോപണം വേർന്ന് വന്നപ്പോൾ AK ആന്റണി അത് വേണ്ടാമെന്ന് നിർത്തിവെച്ചു. ഇറ്റലിയിൽ നിന്നുള്ള ഹെലികോപ്റ്റർ ഡീല്. അതേ സമയത്ത് ഈ റാഫേൽ വന്നില്ലേ? എന്തൊക്കെ ആരോപണങ്ങളാണ് റാഫേലിനെതിരെ ഉന്നയിക്കപ്പെട്ടത്? എന്തൊക്കെ സുപ്രീം കോടതിയിൽ വരെ പോയി അവസാനം മാപ്പ് പറഞ്ഞ് നാണം കെട്ടു. ആ റാഫേൽ ഇല്ലായിരുന്നെങ്കിലോ, S-400 ഇല്ലായിരുന്നെങ്കിലോ എന്തായിരുന്നു അവസ്ഥ? അപ്പോൾ 35,000 കോടി രൂപയുടെ S-400 ഡീല്, 53,000 കോടി രൂപയുടെ ഡൊസാൾട്ട് റാഫേൽ ഡീല്, ഇതൊക്കെ ഇവിടെ യാഥാർത്ഥ്യമായില്ലേ? ഒരു നയാ പൈസയുടെ അഴിമതിയില്ലാതെ, ഒരു നയാ പൈസയുടെ അഴിമതിയില്ലാതെ ഇതൊക്കെ, ഇതിനെ പാരവെക്കാനും ഇതിനെ പൊളിക്കാനും ആവുന്ന പണി, പഠിച്ച പണി 18 നോക്കി. പക്ഷെ ഇതൊക്കെ ഇവിടെ നടന്നില്ലേ? അപ്പോൾ എന്താ സംഭവിച്ചത്? അതാണ് വിൽ പവർ. ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും എന്നുള്ള വിൽ പവർ, ഇച്ഛാശക്തിയുള്ള സത്യസന്ധതയുള്ള ഒരു ഗവൺമെന്റ്. നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ചോദ്യം എത്ര പോയി എന്നാണ്. എത്ര പോയി? ഇപ്പൊ ചോദ്യം എന്താ? എത്ര വന്നു എന്നാണ്. എത്ര വന്നു? ഇപ്പൊ GST ആവട്ടെ, എന്താവട്ടെ, റെക്കോർഡ് GST ഓരോ മാസവും റെക്കോർഡ് കളക്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഈ ഇച്ഛാശക്തിയുടെ 2 ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറയട്ടെ, ഈ നമ്മുടെ അന്താരാഷ്ട്ര രംഗത്ത് നമ്മുടെ സാമ്പത്തിക ശേഷി എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇന്ന് ഇതുപോലെ പെരുമാറാൻ പറ്റുന്നത്? ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഒരു വലിയ കരാറുകാരനോട് പോയിക്കടാ
നാളെ മുതൽ നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്ന് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാ? ഇന്ത്യയിലേക്ക് ബിസിനസ് ചെയ്യാൻ വരാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ എന്തുകൊണ്ടാണ്? ഇന്ത്യ ഇസ് ദി 5th ലാർജസ്റ്റ് എക്കണോമി. കഴിഞ്ഞ മാസം വരെ. ഇപ്പൊ പറയുന്നത് ഇന്ത്യ 4th ആയി എന്ന് പറയുന്നുണ്ട്. അതൊരു ഔദ്യോഗിക കണക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പല മാധ്യമങ്ങളിലും കണ്ടത് ജപ്പാനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി എന്നുള്ളതാണ്. അപ്പൊ ഭാരതം 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം എത്രയാണെന്നറിയോ? $500 ബില്യൺ. 500 ബില്യൺ ഡോളറാണ് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം. അപ്പൊ അത്രയും വിദേശ നാണ്യ ശേഖരമുള്ള നമ്മളൊരു എന്താ പറയാ ഫ്രിഞ്ച് എക്കണോമി ആയിരുന്നു. നമ്മൾ ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഒരു എക്കണോമി ആയിട്ടാണ് നമ്മളെ ചിത്രീകരിച്ചത്. ഇന്ന് നമ്മൾ 4th ലാർജസ്റ്റ് ആണ്. 5th ആയിരുന്നു, അത് 4th ആയി എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ സാധിച്ചു? ഇത് എന്തുകൊണ്ട് സാധിച്ചു? അതാണ് സാമ്പത്തിക രംഗത്താവട്ടെ വ്യാവസായിക രംഗത്താവട്ടെ കൃത്യമായ പരിഷ്കാരങ്ങൾ, കൃത്യമായ നിലപാടുകൾ, സമ്പൂർണമായ സത്യസന്ധത, സുതാര്യത അതൊക്കെ ഉണ്ടാക്കുന്ന ഫലങ്ങളാണ് ഈ കാണുന്നത്. അപ്പോ ഇതൊക്കെ സാധിച്ചത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നന്നാക്കിയേ പറ്റൂ, നന്നാക്കിയേ അടങ്ങൂ എന്നുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ. അതിന്റെ അഭാവമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പോഴും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പലരും ഇപ്പോഴും ഇരുട്ട് തപ്പുകയാണ്. അവർക്ക് എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതാണ് വിഷയം. നിങ്ങളോ ഞാനോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ സാധാരണക്കാരൻ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അമേരിക്ക സമ്മർദ്ദത്തിൽ ആഴ്ത്തിയാൽ ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന്? പക്ഷെ അത് പറയാൻ ഇവിടെ ആളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ട്രേഡ് എത്ര അറിയോ? 400 ചില്ലുവാനം ബില്യൺ ഡോളറാണ്. 400 ചില്ലുവാനം ബില്യൺ ഡോളർ. അതിൽ വലിയ ബെനിഫിഷ്യറി നമ്മളല്ല, നമ്മളെക്കാൾ ബെനിഫിഷ്യറി അമേരിക്കയാണ്. അത്രയും വലിയ ഒരു ട്രേഡ് ഉള്ള ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്താനും കഴിവുറ്റി പേടിപ്പിക്കാനും അമേരിക്ക തയ്യാറാവുമോ? അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഈ ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ എണ്ണം എത്ര കോടിയാ ഇന്ത്യൻ മിഡിൽ ക്ലാസ്? ഇന്ത്യയുടെ പർച്ചേസിംഗ് പവർ എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. ഇന്ത്യയെ പിണക്കാൻ ആർക്കാ ധൈര്യമുള്ളത്? ഏത് എന്താ പറയാ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏത് രാജ്യത്തിനാണ് ഇന്ത്യയെ പേടിപ്പിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയെ പിണങ്ങാനുള്ള ധൈര്യം? എന്താണ് പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോ ചൈന ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള നിലപാടെടുത്തത്? ചൈന 2 കൂട്ടരെ ഉപദേശിക്കുക ചെയ്തത്, എന്ത് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന്. ചൈനയുടെ മാർക്കറ്റാണ് ഇന്ത്യ. ചൈനയിൽ നിന്നുള്ള ട്രേഡ് അത്രയുണ്ട്. അപ്പൊ ലോകത്തെ എല്ലാ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുമായി നല്ല ട്രേഡ് നടത്തുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രേഡ് നടത്തുന്ന, സാമ്പത്തികമായി ലോകത്ത് 4ാം സ്ഥാനത്ത് എത്തിയ ഒരു രാജ്യം മാറിയത് കൊണ്ടാണ് ഒരു രാത്രി ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നത്. അത് എത്ര കടുത്ത തീരുമാനമാണെങ്കിലും എടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബോംബെയിൽ 166 ആൾക്കാരെ വന്ന് കൊന്നിട്ട് പോയില്ലേ കുറെ പേര്? അതിൽ ഒരുത്തനെ ജീവനോടെ പിടിച്ചില്ലേ? പാകിസ്ഥാൻകാരനായിരുന്നില്ലേ അവൻ? അജ്മൽ കസബ. അവന്റെ വീട് എവിടെയാണെന്നൊക്കെ അവൻ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് വിദേശ പത്രക്കാർ പോയിട്ട് അവന്റെ ഗ്രാമത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തില്ലേ, ഇതാ ഈ ഗ്രാമക്കാരനാണ് ഈ അജ്മൽ കസബ് എന്ന് BBC ഒക്കെ റിപ്പോർട്ട് ചെയ്തില്ലേ? എന്താ ചെയ്തത്? എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും കടുത്ത നടപടി ഉണ്ടായോ? ഒന്നും ചെയ്തില്ല. ഒരു ബിരിയാണി കൊടുത്തു. അപ്പോ ആ അഫ്സൽ ഗുരുവിനെ 10 കൊല്ലം കഴിഞ്ഞാ തൂക്കിക്കൊന്നത്. ഇനി അവനെ തൂക്കിയിട്ടില്ലെങ്കിൽ അത് കുഴപ്പമാവും അറിഞ്ഞതിനെ കൊണ്ടാണ് തൂക്കിക്കൊന്നത്. അപ്പൊ അതാണ് വിൽ പവർ ഉള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഭരണാധികാരികളുടെ വ്യത്യാസമാണ് നാം കാണുന്നത്. പ്രൊഫസർ റോണി കെ ബേബി, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇപ്പോൾ സമ്പദ് വളർച്ചയുടെ കാര്യത്തിൽ 4ാമത്തെ വലിയ ശക്തിയായി ഭാരതം മാറുകയാണ്. അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. പ്രൊഫസർ റോണി കെ ബേബിയിലേക്കാണ്. പ്രൊഫസർ റോണി കെ ബേബി, നേരത്തെ അങ്ങ് ചോദിച്ചിരുന്നു, ഈ UPA സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ കാര്യങ്ങൾ എന്തിനാണ് ഇപ്പോൾ എടുത്തിടുന്നത്? അന്ന് തുർക്കി നമ്മുടെ ഒരു സൗഹൃദ രാജ്യമായി നിലകൊള്ളുന്ന അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് വാദ്ര ഏവിയേഷൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ ചർച്ച നടന്നത്. ഈ വാദ്ര ഏവിയേഷൻസ് ഡിസപ്പിയർ ആവുകയും അതിൻ്റെ വലിയ ഓഹരികളെല്ലാം ഈ സെലബി വാങ്ങുകയും ഒക്കെ ചെയ്തു എന്നുള്ള ചില വാർത്തകളൊക്കെ ആ സമയത്ത് വന്നതാണ്.
ഇപ്പോൾ ആ വാർത്തകളൊക്കെ പൊടിതട്ടിയെടുത്ത് പ്രചരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ടർക്കിയുമായി നിങ്ങൾക്ക് വളരെ കൃത്യമായ ചില ബന്ധങ്ങളുണ്ടായിരുന്നു. UN-ൽ പാകിസ്ഥാൻ അനുകൂലമായി തുർക്കി നിലപാടെടുത്തതിൻ്റെ തൊട്ട് പിന്നാലെ ഓവർസീസ് കോൺഗ്രസിൻ്റെ ഓഫീസ് തുർക്കിയിൽ നിങ്ങൾ തുറന്നിരുന്നു, കോൺഗ്രസ് തുറന്നിരുന്നു. എന്തിനാണ് തുർക്കിയിൽ കോൺഗ്രസിന് ഓഫീസ്? അത് അന്നേ ചോദ്യം ഉന്നയിച്ചതാണ്, ഇപ്പോൾ വീണ്ടും ആ ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്. അപ്പോൾ എന്തൊക്കെയോ ചില ബിസിനസ് താല്പര്യങ്ങൾ തുർക്കിയുമായി അന്ന് തന്നെ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നതല്ലേ വെളിവാക്കപ്പെടുന്നത്? വളരെ കൃത്യമായി എനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ബന്ധമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതുമായിട്ട് കണക്ട് ചെയ്ത് പോണം. അല്ല, വാദ്ര ഏവിയേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ല എന്നാണോ അങ്ങ് പറയുന്നത്? ഞാൻ കൃത്യമായി മറുപടി പറയാം. കാരണം ഇവിടെ PV നരസിംഹറാവു സർക്കാർ വന്നപ്പോഴാണ് ഇവിടെ സാമ്പത്തിക ഉദാരവൽക്കരണം നടപ്പാക്കിയത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതിനുശേഷം ഇന്ത്യ വന്ന് ഭരിച്ച എല്ലാ ഗവൺമെന്റുകളും, അത് വാജ്പേയി ഗവൺമെന്റ് ആയിക്കോട്ടെ, നരേന്ദ്രമോദി സർക്കാർ ആയിക്കോട്ടെ, എല്ലാ ഗവൺമെന്റും ഇവിടെ നമുക്ക് സിവിൽ ഏവിയേഷൻ മേഖലയിൽ 100% വിദേശ നിക്ഷേപമുള്ള രാജ്യമാണ്. സിവിൽ ഏവിയേഷൻ മാത്രമല്ല, എല്ലാ മേഖലകളും ഇപ്പോൾ പൂർണ്ണമായും തന്നെ വിദേശ നിക്ഷേപങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഡിഫൻസ്, മറ്റെല്ലാ മേഖലകളും. അത് ഇൻഷുറൻസ് സെക്ടർ ആയിക്കോട്ടെ, ബാങ്കിങ് സെക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാധ്യമ മേഖലകളായിക്കോട്ടെ, എല്ലാ മേഖലകളും പൂർണ്ണമായും തന്നെ വിദേശ നിക്ഷേപത്തിന് തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഇങ്ങനെ വിദേശ കമ്പനികൾ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെയുള്ള പല ഇന്ത്യൻ കമ്പനികൾക്കും അതിനെ കോമ്പീറ്റ് ചെയ്യാൻ കഴിയാതെ അവയൊക്കെ പരീക്ഷയിട്ടുണ്ട്, ഇഷ്ടത്തായി വന്ന് അവയൊക്കെ അടച്ചുപൂട്ടി പോയിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടർക്കിഷ് കമ്പനി വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ടർക്കിഷ് കമ്പനി മാത്രമല്ല, ഇതുപോലെയുള്ള പല വിദേശ കമ്പനികൾ വന്നപ്പോൾ അതിനോട് മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇന്ത്യൻ കമ്പനികൾ ഡിസപ്പിയർ ആയി പോയിട്ടുണ്ട്. അല്ലാതെ ഇവിടെ ഞാൻ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സെലിബി ഏവിയേഷനുമായി ബന്ധപ്പെട്ട്, അവിടെ ഒരിക്കലും ഈ സെലിബി ഏവിയേഷൻ ഈ പറഞ്ഞ വാദ്ര ഏവിയേഷനെ ടേക്ക് ഓവർ ചെയ്യുകയോ അല്ല അതിന്റെ സെക്യൂരിറ്റികൾ പർച്ചേസ് ചെയ്യുകയോ, നമ്മളൊരു ആരംഭം ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഏതിനും ഈ പറഞ്ഞ കോൺഗ്രസ്, ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ്, ഈ ലോകത്ത് എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങളില് ഈ വിദേശ ഇന്ത്യക്കാരുണ്ടോ ഇവരോട് കോൺഗ്രസിനോട് ആഭിമുഖ്യ ആളുകൾ സംഘടനകൾ ഉപയോഗിച്ചിട്ടുണ്ട്. BJP സംഘടനകളിലെ എത്രയോ വിദേശ രാജ്യങ്ങളിലെ BJP-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, BJP-യുടെ ആഭിമുഖ്യം പുലർത്തുന്ന വിദേശ ഇന്ത്യക്കാരായ ആളുകൾ ഈ BJP സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനേതാണ് ഈ കോൺഗ്രസ് ചെയ്ത എന്തോ വലിയ മഹാപരാധമാണെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏകദേശം 125ഓളം രാജ്യങ്ങളിലുള്ള ഒരു വലിയ സംഘടനയാണ് ഈ പറയുന്ന ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന് പറയുന്നത്. നമുക്ക് രാഷ്ട്രീയമൊക്കെ ആവാം, പക്ഷെ ഈ രാജ്യത്തെ ഒരു പ്രതിപക്ഷ പാർട്ടിയെ അപമാനിക്കാൻ വേണ്ടി കരുതൽ വേണ്ടിയിട്ട് ഇതും എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ റോണി കെ ബേബി, അങ്ങനെ ഓവർസീസ് കോൺഗ്രസിന്റെ ഒരു ഓഫീസ് അവിടെ തുറന്നത് കൊണ്ട് എന്താണ് പാർട്ടിക്ക് ഗുണമുണ്ടായത്? അതൊന്ന് പറയാമോ? അപ്പൊ തന്നെ തുർക്കിയിൽ മാത്രമല്ല, ഞാൻ 125 രാജ്യങ്ങളിലുള്ള സംഘടനയാണ്, അവിടെ എല്ലാം ഇതിന് ഓഫീസ് ഉണ്ട്. എന്തിനാണ് ഈ വിവിധ സംഘടനകളുടെ ഓഫീസ് തുടങ്ങുന്നത്? എന്തിനാ? പാകിസ്ഥാനിലെ ഓഫീസ് ഉണ്ടോ? ഒന്നിച്ചുകൂടാൻ വേണ്ടി. പാകിസ്ഥാനിലെ ഓഫീസ് ഉണ്ടോ? എന്തോ പാകിസ്ഥാനിലെ ഓഫീസ് ഉണ്ടോ? ഇല്ല, പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണ്. അവിടെ പോയി നമുക്കറിയാം, അവിടെ ഈ പറയുന്ന ഇന്ത്യൻ പൗരന്മാര് പോലും അവിടെ വളരെ അപൂർവമായിട്ടുള്ള വിരലെണ്ണാത്ത ആളുകൾ മാത്രമേ ഇന്ത്യൻ പൗരന്മാരുള്ളൂ. UN-ൽ പാകിസ്ഥാൻ അനുകൂലമായ ഒരു നിലപാട് തുർക്കി എടുക്കുകയാണ്. അതിന്റെ തൊട്ടുപുറകെ അവിടെ പോയി നിങ്ങൾ കോൺഗ്രസിന്റെ ഓഫീസ് തുറന്നെങ്കിൽ അതിൽ മറ്റൊരു ദുരുദ്ദേശവും ഇല്ല എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ചില ബിസിനസ് റിലേഷൻസ്, വാദ്രയുടെ ബിസിനസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം, വാദ്ര ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്നു എന്നതറിയാം, വാദ്രയ്ക്ക് എപ്പോൾ മുതലാണ് ക്ഷീണം വന്നത് എന്നും അറിയാം. ഒരു സെക്കൻഡ് മോഹൻ സാർ ഒന്ന് ഇടപെടുന്നു. ഒരു സെക്കൻഡ് റോണി കെ ബേബി ഒന്ന് ഇടപെടുന്നു, അദ്ദേഹം ഒന്ന് പറയട്ടെ. സാറേ, ഞാൻ ഈ ഫീൽഡിൽ ഇത്രയും പരിചയമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനോ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയോ ഈ പ്രതിപക്ഷത്തിനെ ഒന്ന് വിമർശിക്കാൻ വന്നതല്ല. സാർ, 2010 മുതൽ 2008 ഇവരൊക്കെ ഉള്ളിൽ നമ്മൾ സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. 2010 മുതൽ 2013 വരെ ഞങ്ങൾ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യ എന്ന് പറഞ്ഞ 2 സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾക്കൊക്കെ സാർ ശരിക്കും പറഞ്ഞ 6 മാസത്തിൽ ഒരിക്കലാണ് ശമ്പളം കിട്ടിയിരുന്നത്. ഇത് അന്നത്തെ ഗവൺമെന്റ് ഒരിക്കലും കണ്ടിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കുട്ടികളുടെ പഠിപ്പ്, ഞങ്ങളുടെ വീട്ടുവാടക, ഇങ്ങനെ പല സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്നവരല്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ 2010 മുതൽ 2013 വരെ ഞങ്ങളുടെയൊക്കെ ഇന്ത്യൻ എയർലൈൻസിന്റെയും എയർ ഇന്ത്യയുടെയും എംപ്ലോയീസിനെ 6 മാസം വരെ ശമ്പളം തരാതെ പട്ടിണിക്കിട്ട് ഇതുപോലുള്ള പാവികളെ വിളിച്ചു വരുത്തി വളർത്തി കൊടുത്തതിന്
സാർ ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറയണം. അതേപോലെ ഇനിയും ഇപ്പൊ ഉണ്ട് ഹവാസ് എന്ന് പറഞ്ഞൊരു കമ്പനി, ഇവരുടെ ജോയിന്റ് വെഞ്ചർ ഉണ്ട്, അതിവിടെ ഉണ്ട് ഹവാസ്. അത് ഹമാസ് അല്ല, ഹവാസ് ആണ്. ഒരു വീട് മാറ്റേ ഉള്ളൂ. അത് ഞാനിപ്പോ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഞാൻ തീർത്തു. അപ്പം ഇനി ഇന്തോ തായ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട് സർ കാലിക്കട്ടില്. അതിപ്പം അതിനെപ്പറ്റി കംപ്ലീറ്റ് വിവരം കിട്ടിയിട്ടില്ല. പക്ഷെ അവർ ഒരു മാസം 2.8 കോടി രൂപ കാലിക്കട്ട് എയർപോർട്ടിന് മറ്റേ റോയൽറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനം 75 ലക്ഷം. ശമ്പളം എല്ലാം പോയി കഴിഞ്ഞാൽ ഒരു കൊല്ലം എത്ര കോടി രൂപ അവരവിടെ കൊടുത്തിട്ട്, ഇത് ഫോറിൻ കമ്പനിയാണ്. ഇനി അതിനെപ്പറ്റിയൊക്കെ അന്വേഷണം വരാനിരിക്കുന്നേ ഉള്ളൂ. വരണം, അതിപ്പോ അടുത്ത ലെവലിൽ കൊണ്ടുവരാം. പക്ഷെ പ്രശ്നം അത് ഏത് ഗവൺമെന്റ് കൊണ്ടുവന്നതല്ല, പെട്ടെന്നുള്ള തീരുമാനം എടുത്തത്. ഒരു ഇത്രയും പെട്ടെന്ന് സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തുന്ന പോലുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിവുള്ള ഒരു സർക്കാർ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് കോൺഗ്രസ് ഗവൺമെന്റിനെ ഞാൻ ഒരിക്കലും വിമർശിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും നല്ലൊരു തീരുമാനം സാർ 24 മണിക്കൂർ എടുത്തില്ല സാർ. ഇന്നലെ രാത്രി 7:30 മുതൽ 9 മണി വരെ സംഗതി ചർച്ച ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോഴേക്ക് പരിപാടി തീർത്തു. അതാണ് നടപടി. പ്രൊഫസർ റോണി കെ ബേബി, ഈ ഇച്ഛാശക്തിയാണ് നിങ്ങൾക്ക് നഷ്ടമായത്. മുൻ എയർ ഇന്ത്യ ജീവനക്കാരനാണ് പറയുന്നത് 6 മാസത്തിൽ ഒരിക്കലാണ് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ തന്നെയാണ് ബാദ്ര ഏവിയേഷൻസ് പോലുള്ള ഹവാസ് പോലുള്ള ഇത്തരത്തിലുള്ള പ്രൈവറ്റ് കുത്തകകൾ നമ്മുടെ ഈ എയർപോർട്ടിലെ നിർണായക ചുമതലകൾ ഏറ്റെടുക്കുന്നതും അവർ കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കി കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം സംജാതമായത്. ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് അതീവ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന സ്ഥാപനങ്ങൾ കൂടിയാകുമ്പോൾ ഒരു തരത്തിലുള്ള ജാഗ്രതയും അവിടെ ഉണ്ടായില്ല എന്നതല്ലേ അർത്ഥം? ഞാനിപ്പോൾ നിങ്ങൾ ഇത്രയും രാഷ്ട്രീയം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. 2018 തുർക്കി കാശ്മീർ വിഷയത്തിലെ ഇന്ത്യക്കെതിരെ നിലപാട് ഐക്യരാഷ്ട്രസഭയിൽ എടുത്തത്. 2018 ശേഷം 7 വർഷം കഴിഞ്ഞു. ഈ 7 വർഷമായിട്ടും ഈ തുർക്കിഷ് കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള 8 എയർപോർട്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന, അത് ഡൽഹി ഉൾപ്പെടെ ബോംബെ ഉൾപ്പെടെയുള്ള 8 എയർപോർട്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഈ തുർക്കി കമ്പനിക്കെതിരെ ഇന്ത്യയിൽ ഇത്രയും പറയുന്ന ഈ ഇന്റലിജൻസ് സംവിധാനം ഉണ്ടായിട്ട് ഒരു അന്വേഷണം പോലും നടത്തിയില്ല എന്ന് പറയുമ്പോൾ, ഈ 24 മണിക്കൂറിനകം നടപടിയെടുത്തെന്ന് പറയുമ്പോൾ, ഈ 7 വർഷം എന്തുകൊണ്ട് ഇവർക്കെതിരെ ഒരു പരിശോധനയോ ഒരു അന്വേഷണം പോലും നടത്തിയില്ല എന്നതിനും കൂടി ഉത്തരം പറയാനുള്ള ബാധ്യത പറഞ്ഞ ബഹുമാനപ്പെട്ട മോഹൻ സാറിനുണ്ട്. ഇല്ല സർ, അങ്ങനെയുള്ള ഇല്ല സർ, ആ ബാധ്യതയില്ല. അങ്ങനെ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ എനിക്കൊരു മിനിറ്റ് സമയം തരണം. അങ്ങനെ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു. ബിജെപിയുടെ വക്താവായിട്ടുള്ള ശ്രീമത് ഇന്ന് 500 ബില്യൺ വിദേശ കരുതൽ ശേഖരം ഇന്ത്യക്കുണ്ട്. അങ്ങനെ ഒരു കരുതൽ ശേഖരം ഇന്ത്യക്ക് ഉണ്ടായത് എങ്ങനെയാ? 1989 സ്വർണ്ണം കൊണ്ടുപോയി ബ്രിട്ടീഷ് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കാൻ പോയ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യം ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ശക്തമായിട്ട് പ്രൊഫസർ റോണി കെ ബേബി ഉന്നയിച്ച ആശങ്കയ്ക്ക് മറുപടി പറയാൻ വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ പി അനിൽകുമാർ നമ്മോടൊപ്പമുണ്ട്. പ്രൊഫസർ അനിൽകുമാർ, ഇക്കാര്യത്തിൽ റോണി കെ ബേബി ഉന്നയിക്കുന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? ഇത് മുമ്പ് തന്നെ പലതരത്തിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പരമാവധി നമ്മള് ഒരു സൗഹൃദത്തിൽ കൊണ്ടുപോകാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഭാരതം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യക്കെതിരെ പല രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയുടെ കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. കാര്യം ശരി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കശ്മീർ പ്രശ്നത്തിൽ നമ്മളോട് ഏതെങ്കിലും ഒരു രാജ്യം നമുക്കെതിരെ ഒരു നിലപാട് എടുത്തു, അതുകൊണ്ട് അതിനെതിരെ ശക്തമായി നടപടി എടുക്കണം എന്ന് പറയുന്നത് യുക്തിസഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാര്യത്തിൽ പല രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ നിലപാടുകൾ എടുത്തിട്ടുണ്ട് മുമ്പ്. ഇപ്പൊ പോലും ഈ അവസാന നിമിഷം പോലും ഇന്ത്യയും പാകിസ്ഥാനുമായി ഉള്ള ഈ സിന്ദൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പ് തീവ്രവാദികൾ ഇന്ത്യയിൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട ചില റെസൊല്യൂഷൻസ് പോലും UN വന്നപ്പോ ചില രാജ്യങ്ങളൊക്കെ അതിനെ ഏർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മളൊരു നിലപാടെടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെടുത്തി ഡയറക്റ്റ് ആയിട്ട് ഒരു ഭീഷണി, ഒരു യുദ്ധ സമാന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രം ഇടപെടുന്നതും ഏതെങ്കിലും ഒരു അന്തർദേശീയ സംഘടനയിൽ ഒരു രാജ്യം ഒരു നിലപാടെടുക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ നമുക്കെതിരെ ആയുധം കൊടുത്ത് സഹായിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയും അതുപോലെ തന്നെ നമ്മളെപ്പോഴും വിരുദ്ധ അഭിപ്രായങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ ഇന്ത്യക്കെതിരെ ഒരു നിലപാട് ഒരു രാജ്യം എടുത്തു, അതുകൊണ്ട് ആ രാജ്യത്തെ പരിപൂർണമായിട്ട് ഒഴിവാക്കണം, അങ്ങനെ ഒരു നിലപാട് നമ്മൾ എടുക്കാറില്ല. മറിച്ച് ഇന്ത്യ അപകടപ്പെടുത്തുന്ന തരത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ അവരൊരു നിലപാടെടുത്ത് ഇന്ത്യക്ക് അപകടകരമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഐക്യരാഷ്ട്ര സംഘടന എടുക്കുന്ന നിലപാടുകൾ എന്ന് പറയുന്ന പല തരത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള നീക്കുപോക്കുകളും ഒക്കെ നടത്തിയിട്ട് കോറിഡോർ ഡിസ്കഷൻ ഒക്കെ നടത്തിയതിനു ശേഷം അവസാനം എടുക്കുന്ന നിലപാടുകളാണ്. അത് ആ സാഹചര്യത്തിനനുസരിച്ചാണ് നിലപാടുകൾ എടുക്കുന്നത്. അപ്പൊ ആ നിലപാടുകൾ വെച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് ത്രെട്ട്, ഒരു രാജ്യത്തിനൊരു ഭീഷണിയായി ഒരു രാജ്യം
നിലകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, ഒരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് വളരെയേറെ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അഴിമതി കാണിച്ചു എന്നല്ല പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി ഒരു കരുതൽ മുമ്പ് തന്നെ വേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അത് കോൺഗ്രസ് ഇപ്പം BJP ആണെങ്കിൽ ഇപ്പം സൂചിപ്പിച്ചു 2018 ശേഷം അങ്ങനത്തെ ഒരു കരുതൽ വേണ്ടായിരുന്നു. തീർച്ചയായിട്ടും വേണമായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ അക്കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു കേന്ദ്രം നമുക്ക് കൊണ്ടുവരണം. ചൈനയുടെ കാര്യത്തിൽ നമ്മൾ നിരന്തരം ചെയ്യുന്നുണ്ട്. അതാ ഞാൻ നേരത്തെ വിഴിഞ്ഞം ബിഡിന്റെ കാര്യം സൂചിപ്പിച്ചതാണ്. ആ ബിഡ് വന്ന സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ അതിനകത്ത് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്, വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ടെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുപോലെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് നിലപാടുകൾ എടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ എന്ന് കരുതി നിരന്തരമായി ഒരു 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 പ്രത്യേകമായ ഒരു 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 സ്ഥാപനത്തിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു രാജ്യത്തിന് നിരന്തരമായി സഹായം ചെയ്തു കൊടുക്കുന്നതും നിലപാടെടുക്കുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിൽ അനുകൂലമായ ഒരു നിലപാട് തുർക്കിയൻ കമ്പനികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വിമർശന വിധേയമാക്കുന്നത് നമ്മൾ. അപ്പൊ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ ഇത്തരണത്തിൽ ആദ്യം ഇതിനെതിരെ ശബ്ദം ഉയർത്തി തള്ളി പറയേണ്ടത് അവരാണ്. അവർ പറയണം ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ ഈ കമ്പനിയെ കൊണ്ടുവന്നു, പക്ഷേ ഇന്ന് ഇവരെ ആദ്യ പടിക്ക് പുറത്ത് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നതാണ് കോൺഗ്രസ് ആണെന്ന് പറയാനുള്ള ഒരു ധൈര്യം കൂടി കോൺഗ്രസ് കാണിക്കണം. ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ നമ്മൾ ആരും അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല, അതുകൊണ്ട് കോൺഗ്രസ് പറയുന്നില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് ഇതിനകത്ത് ആരോപണം ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ BJP പോലും പറഞ്ഞില്ല കോൺഗ്രസ് അതിനകത്ത് എന്തോ വലിയ അഴിമതി ആരോപണം നടത്തിയെന്നും ആരും പറയുന്നില്ല. നമ്മളൊരു നിലപാട് മറ്റാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല എടുക്കേണ്ടത്. തള്ളിപ്പറയാൻ നമ്മൾ തയ്യാറാണ്. അത് ഏറ്റവും കൂടുതൽ പ്രധാനമായി ഈ കമ്പനികൾ പലതും ഇത്തരത്തിലുള്ള ഒരു പ്രൈവറ്റൈസേഷൻ, അത് അങ്ങനെ സൂചിപ്പിച്ചല്ലോ, 1990-കൾക്ക് ശേഷം ഈ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഒക്കെ വന്ന് ഇത്തരത്തിലുള്ള കമ്പനികൾ വന്ന സമയത്ത് നമ്മൾ നല്ലൊരു സ്ക്രൂട്ടണി, ഒരു മോണിറ്ററിംഗ് നടത്തേണ്ടത് ആവശ്യമായിരുന്നു. അപ്പൊ ആ മോണിറ്ററിംഗ് പലപ്പോഴും കൊണ്ടുവരുന്നത് പലപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിമർശനാത്മകമായി പരിശോധിക്കണം എന്നാ പറഞ്ഞത്. എന്നാൽ അതിന്റെ അർത്ഥം BJP ചെയ്തതെല്ലാം ശരി, അതുകൊണ്ട് BJP ഒരു വിമർശനാത്മകമായി പരിശോധിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കോൺഗ്രസ് ഇപ്പൊ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ BJP അത് കുറെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അടിയന്തരമായ ഒരു നിലപാടെടുക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും BJP ചെയ്യുന്നത് ശരിയാണ്, കോൺഗ്രസ് ചെയ്യുന്ന മോശമാണ്, അങ്ങനെയല്ല. ഒരു അക്കാദമികരമായിട്ട് ഞാൻ അതിനെ സമീപിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾക്ക് വേണ്ടത് എന്താ? ഇപ്പോൾ അടിയന്തരമായി വേണ്ടത് നമ്മുടെ ദേശ സുരക്ഷയുമായി ബന്ധപ്പെടുത്തി തുർക്കിയെ പുറത്താക്കുന്നതിന് ഒന്നടങ്കം പരിശ്രമിക്കുക എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ അതിനു വേണ്ടുന്ന നടപടികൾ എടുക്കുന്നുണ്ട്. അത് മാത്രം പോരാ, നമുക്ക് നമ്മുടെ പൗരന്മാർക്കിടയിൽ ബോധവൽക്കരണം ഉണ്ടാകണം. ഇപ്പം ഒരു ബോധവൽക്കരണം നടത്താതെ തന്നെ പൗരന്മാരത് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ? അപ്പൊ അതിനോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇക്കമ്പനികളെയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയും എത്രയും പെട്ടെന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് മാറ്റി നിർത്തുവാനുള്ള പരിശ്രമങ്ങളാണ് സംയുക്തമായി എല്ലാ ദേശീയ കക്ഷികളും പ്രാദേശിക കക്ഷികളും ഒരുമിച്ചിരുന്ന് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായമാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ മുൻപ് നമ്മളൊരു നിലപാട് വന്നിരുന്നു. അതുകൊണ്ട് നമുക്ക് പരിപൂർണമായും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അന്വേഷണം നടത്തി പുറത്താക്കണം എന്ന് പറയുന്നത് അങ്ങ് ഒരു അധ്യാപകനാണ്, അങ്ങേക്കറിയാം, അങ്ങനെ നിലപാടെടുക്കുന്നുണ്ട്. ഇപ്പം ഐക്യരാഷ്ട്ര സംഘടനയെ തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രശ്നം ഒരു അന്തർദേശീയ വിഷയമായി അവതരിപ്പിച്ചതാരാ? നരേന്ദ്രമോദി അല്ലല്ലോ. അത് അന്നേ ഏറ്റവും വലിയ അബദ്ധം ചെയ്തത് കോൺഗ്രസ് പാർട്ടി ജവഹർലാൽ നെഹ്റു അല്ലേ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള വീഴ്ചകൾ നമ്മൾ മനഃപൂർവ്വം കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. അപ്പൊ പലപ്പോഴും വളരെ കാര്യഗൗരവത്തോടു കൂടി എടുക്കേണ്ടുന്ന ചില വിഷയങ്ങളെ നമ്മൾ അങ്ങനെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കണം, ആ വീഴ്ചകൾ തിരുത്തണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഈ ഉഭയകക്ഷി വ്യാപാരം ഈ പറഞ്ഞ പോലെ 2024 ഉണ്ടായത് 90,000 കോടി രൂപയുടേതാണ്. മറ്റൊരു വിഷയത്തിലേക്ക്, വളരെ സമഗ്രമായ ഒരു വിഷയത്തിലേക്ക് വരേണ്ടതുണ്ട്. അത് ഇൻഡിഗോ എയർലൈൻസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എനിക്കതിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ അറിയില്ല. ഇവിടെ ഈ പാനലിലുള്ളവർക്ക് അറിയാമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ ഇൻഡിഗോ എയർലൈൻസിൽ റോബർട്ട് വാദ്രയ്ക്ക് ഓഹരികളുണ്ട്. അതിൽ വളരെ കൃത്യമായ നിർണായകമായ ഒരു പൊസിഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരികയാണ്. അതായത് ടർക്കിഷ് എയർലൈനുകൾ നിരോധിക്കണം, ഇവിടെ സർവീസ് നടത്താൻ അനുവാദം നൽകരുത് എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. പക്ഷേ ഇൻഡിഗോ ഇക്കാര്യത്തിൽ പ്രതികരണമായി പറയുന്നത് അത്തരത്തിൽ യാത്രക്കാരുടെ ഗുണത്തിന് കരുതി അവരുടെ ആ സൈഡ് പരിശോധിച്ച് നോക്കുമ്പോൾ അത്തരത്തിൽ ടർക്കിഷ് എയർലൈനെ നിരോധിക്കുന്നത് കൊണ്ട് ദോഷമാണ് ഉണ്ടാകുക എന്നുള്ളൊരു നിലപാട് ഇൻഡിഗോ കൈക്കൊള്ളുകയാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ശ്രീ പത്മനാഭൻ, അങ്ങേക്ക് ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിച്ചു പോകാമെന്ന് തോന്നുന്നു. അല്ല, ഇതിനൊരു വിഷയം എന്താ അറിയോ, ഈ ഇൻഡിഗോ എയർലൈൻസ് എന്ന് പറയുന്നത് അവരിപ്പം ഇന്ത്യയില്
ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് കമ്പനി അവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സബ്ജക്ട് ടു കറക്ഷൻ. അവര് വളരെ ചീപ്പായിട്ടാണ് അവരെ ഫ്ലൈറ്റുകൾ അവര് ഉപയോഗിക്കുന്നത്. മാത്രമല്ല അവരുടെ ഒരു പ്രശ്നം അതിന്റെ ഉള്ളത്, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളാണ് ഇൻഡിഗോയിൽ. ഞാൻ സിറ്റി ബസ് എന്നാണ് എന്നെ വിളിക്കുക. അതൊരു ഏതാണ്ട് ഒരു സിറ്റി ബസിന്റെ നിലവാരമുള്ള ഒരു സംവിധാനമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു എന്താ പറയാ സാമ്പത്തികമായ അവസ്ഥയ്ക്ക് സാധാരണക്കാർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാവുന്ന നിരക്കുകളിൽ അത് കിട്ടാറുണ്ട്. അത് അവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം, അവര് വളരെയധികം ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. മറ്റു പല രാജ്യങ്ങളിലേക്കും ഇൻഡിഗോ ഫ്ലൈറ്റുകളുണ്ട്. പ്രത്യേകിച്ച് എയർ ഇന്ത്യ ഇടക്കാലത്ത് വളരെയധികം പിന്നോട്ട് പോയി. ഇപ്പൊ ടാറ്റ ഏറ്റെടുത്തിട്ട് പോലും എയർ ഇന്ത്യക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. കാരണം അതിന്റെ ബാക്ക്ലോഗ്, അതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ്. അതൊക്കെ പരിഹരിച്ച് ടാറ്റയ്ക്ക് ഒരു എന്താ പറയാ, കാരണം ഈ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ടാറ്റയുടെ ആയിരുന്നല്ലോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത സുഹൃത്തായ ടാറ്റയുടേതായിരുന്നു എയർ ഇന്ത്യ. ആരോടും ചോദിക്കാതെ, അദ്ദേഹത്തെ വിവരം അറിയിക്കാതെ ഒരു ദിവസം രാവിലെ ഏറ്റെടുത്തതാണ്. മൈ ഫ്രണ്ട് ചീറ്റഡ് മീ എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. എന്റെ സുഹൃത്ത് എന്നെ പറ്റിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ആ എയർ ഇന്ത്യ അതിന്റെ പ്രശ്നങ്ങൾക്ക് അതിജീവിച്ചിട്ട് ടാറ്റയ്ക്ക് പോലും അത് അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അവര് കുറെ എയർ ബസ്സുകൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്രാൻസിൽ നിന്നും. അവര് ഇപ്പം കുറെ വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷെ നാളെ രക്ഷപ്പെട്ടേക്കാം. ഇൻഡിഗോ ഈ പറഞ്ഞതുപോലെ വളരെയധികം എന്താ പറയാ സസ്പീഷ്യസ് ആയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന്റെ ഉടമസ്ഥാവകാശത്തെ പറ്റി തർക്കമുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒരുപാട് വായിച്ചിട്ടുണ്ട്. അതിന്റെ കൃത്യമായി അത് ഹരിയാന എസ്കോർട്ടൽ ഗ്രൂപ്പാന്ന് പറയുന്നു, അതല്ല വേറെ കൂട്ടരാന്ന് പറയുന്നു. ഏതായാലും അതിന്റെ ഉടമസ്ഥാവകാശത്തെ പറ്റി കുറെ സംശയങ്ങളുണ്ട്. പക്ഷെ ഇതൊരു അവസരമാണ്. ഇത് ഇൻഡിഗോ പോലുള്ള കമ്പനികളുടെ പിന്നിൽ, ഇതിന്റെ ബിഹൈൻഡ് ദ കർട്ടൻ ആരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ, അതിന് ഫോറിൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇതൊക്കെ പരിശോധിക്കാൻ ഒരു അവസരമാണ്. ഇത്തരത്തിലുള്ള അവസരങ്ങളിലാണ് പലരും പരിശോധനയ്ക്ക് വിധേയമാവുന്നത്. ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാവാത്ത പല സംവിധാനങ്ങളുണ്ട്. അതൊരു അവസരം വരുമ്പോഴാണ് പരിശോധനയ്ക്ക് വിധേയമാവുക. അപ്പൊ ഇൻഡിഗോയുടെ ഉടമസ്ഥാവകാശത്തെ പറ്റിയുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ നിരവധി ദേശീയ മാധ്യമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു അവസരത്തിൽ അത് പുറത്തു വരട്ടെ, അതിന്റെ പിന്നിലെ സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്നാണ്, അല്ലെങ്കിൽ അതിന് കേന്ദ്ര സർക്കാർ തയ്യാറാട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, പ്രൊഫസർ റോണി കെ ബേബി, ഇവിടെ ചില ആശങ്കകൾ ഉയരുന്നു എന്നതാണ് ഞാൻ തുടക്കം മുതൽ സൂചിപ്പിച്ച കാര്യം. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സെലബിയുടെ കാര്യമാണ്. സെലബിക്ക് പുറമെ ടർക്കിഷ് എയർലൈൻസ് കൂടി ഈ രാജ്യത്ത് നിരോധിക്കണമെന്ന ആവശ്യം വളരെ ശക്തമാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ തുർക്കി സൈന്യത്തിൽ പൈലറ്റുമാരായിരുന്നവരാണ് പിന്നീട് ടർക്കിഷ് എയർലൈൻസിൻ്റെ പൈലറ്റുമാരായി പിന്നീട് മാറുന്നത്. ആ ടർക്കിഷ് എയർലൈനുകളിലെ എടുത്തു നോക്കിയാൽ അതിൽ ഭൂരിഭാഗവും എന്ന് പറയുന്നത് പഴയ സൈനികരായ പഴയ പൈലറ്റുമാരാണ് ഇത്തരത്തിൽ ഈ ഫ്ലൈറ്റ് ഓടിക്കാനൊക്കെ എത്തുന്നത്. സെലബി തന്നെ വലിയ ദുരൂഹമായ ചില ഒരു സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുകയാണ്. ഒപ്പം തന്നെയാണ് ഈ ടർക്കിഷ് എയർലൈൻസിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇന്ന് ഇൻഡിഗോ, ഇത് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ആ ഒരു പോയിന്റിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. 20 വന്ന ഒരു കണക്കനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഇൻഡിഗോ എയർലൈൻസിൻ്റെ മുഖ്യമായ ഓഹരികൾ, ഭൂരിഭാഗം ഓഹരികളും കൈവശം വെച്ചിരിക്കുന്നത് റോബർട്ട് വാദ്രയും പ്രിയങ്ക ഗാന്ധിയും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ്, ഇത് റോബർട്ട് വാദ്രയും അദ്ദേഹത്തിൻ്റെ അമ്മ മൗറീൻ വാദ്രയും ഇവരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിഗോയുടെ ഉടമസ്ഥർ ആരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. ആ ഇൻഡിഗോ അല്പസമയം മുമ്പ് പറയുകയാണ് ടർക്കിഷ് എയർലൈനെ നിരോധിക്കരുത്. നമ്മുടെ ഈ യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുക്കുമ്പോൾ ഈ ടർക്കിഷ് എയർലൈൻ നിലനിൽക്കേണ്ടത് രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്തിനാണ് നമ്മുടെ കമ്പനി
ഇൻഡിഗോ എയർലൈൻസ് ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത് എന്നതിന് പിന്നിലെ രാഷ്ട്രീയം കൂടി ഇപ്പോൾ ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കണ്ടേ പ്രൊഫസർ റോണി കെ ബേബി? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞിട്ടെ, ഈ ഇൻഡിഗോ ഈ രാജ്യത്ത് ആരെങ്കിലുമൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് പിന്നിൽ അതിനെല്ലാം കോൺഗ്രസ് മറുപടി പറയണമെന്ന് പറയുന്നത് നിങ്ങൾ നേരിട്ട് ഇൻഡിഗോയോട് ചോദിക്കേ. റോബർട്ട് വാദ്രയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കോൺഗ്രസിന് എന്താണെന്ന് ഞാനിനി പ്രത്യേകിച്ച് പറഞ്ഞതാണോ? ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് പറയുമ്പോഴാണ് ശ്രീ റോണി കെ ബേബി, നേരത്തെ നമ്മൾ ജയറാം രമേശിന്റെ ഒരു വിഷ്വല് കാണിച്ചല്ലോ, ടർക്കിയെ കുറിച്ച് പറയാൻ മുട്ടിടിക്കുന്ന നേതാക്കളെ, മുതിർന്ന നേതാക്കളെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെ മുട്ടിടിക്കുന്നതിന്റെ രാഷ്ട്രീയമാണ് ഇപ്പോൾ വെളിവാക്കപ്പെടുന്നത്. അല്ലാതെ ഒരു മുട്ടു പിടിക്കുന്നില്ലെന്നേ. ഇവിടെ 11 വർഷമായിട്ട് ഈ രാജ്യത്ത് ഭരണകൂടം, ഈ രാജ്യം ഭരിക്കുന്ന ആരാ? BJP ആണല്ലോ. പ്രധാനമന്ത്രി ഉണ്ടല്ലോ, നരേന്ദ്രമോദി ഉണ്ടല്ലോ. BJPയുടെ ബഹുമാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്ന പോലെ ഏറ്റവും സുതാര്യമായി സത്യസന്ധമായി ഒക്കെ ഭരണം നടത്തുന്ന ഒരു ഗവൺമെന്റ് ആണല്ലോ. ഇവിടെ ഈ റോബർട്ട് വധേര ഈ പറയുന്ന ഈ നമ്മുടെ ഇപ്പം പറഞ്ഞ ഇൻഡിഗോയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ നടപടിയെടുക്കുന്നത്, നിങ്ങൾ അന്വേഷണം നടത്തുക. നിങ്ങൾ ഈ കഴിഞ്ഞ ഇവിടെ പറയുന്നത് 2020 തൊട്ട് ഇവിടെ ആരാണോ ഇരുന്നു ഈ പറയുന്ന ഇൻഡിഗോയുടെ പിന്നിൽ? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ശ്രീമത് പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ഇൻഡിഗോയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാനും ഒരു കൗതുകത്തില് അതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഇന്ത്യയിൽ അവിടെ പോയി ബിസിനസ് നടത്തിയ 2 ആളുകൾ, അവർ ഓഹരി പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഒരു കമ്പനിയാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. പറഞ്ഞാൽ രാഹുൽ പാഠ്യയും അതുപോലെ തന്നെ രാകേഷ് ഗംഗ്വാർ. ഇപ്പൊ അവർ എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരുടെ 2 കമ്പനികൾ, അതിൽ ഒരാളുടെ കമ്പനിക്ക് 51.12 ഷെയർ ഉണ്ട്, മറ്റൊരാളുടെ മേൽ 47.88 ഷെയർ ഉണ്ട്. 2015 ശേഷമാണ് ഈ പബ്ലിക്കിൽ നിന്നും പിന്നെ ഷെയർ ഇഷ്യൂ ചെയ്ത് പണം മേടിക്കാൻ തുടങ്ങിയത്. ഇവിടെ എത്രയോ കമ്പനി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് ഉണ്ട്, IT ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്നത്, അന്വേഷിച്ച് ഈ പറയുന്ന എന്നിട്ട് പറ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു തെളിവ്. ഞാൻ ഈ പറയുന്ന പിന്നെ വാർത്തയ്ക്ക് വാദ്രയ്ക്കെതിരെ ED അന്വേഷണം നടക്കുന്ന കാര്യമൊക്കെ അങ്ങേക്ക് അറിയില്ലേ? മറ്റു കേസുകളിലൊക്കെ ഉണ്ടാവും. ഇതുപോലെ സമൂഹത്തിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇതുപോലെ എവിടെയെങ്കിലും ഒരു കടലാസെങ്കിലും ഈ പറയുന്ന ഈ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട് മറ്റു കേസുകൾ ഉണ്ടാവാം. ഞാനില്ലാന്നൊന്നും പറയുന്നില്ല, മറ്റു കേസുകളിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടാവാം. പക്ഷെ ഈ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള അന്വേഷണം അല്ല, ഞാനിത് 2020 വന്ന ഒരു റിപ്പോർട്ടാണ് ഞാൻ അങ്ങയുടെ മുന്നിലേക്ക്, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു നിഷേധക്കുറിപ്പും ഉണ്ടായില്ല പ്രൊഫസർ റോണി കെ ബേബി. ഇൻഡിഗോ എയർലൈൻസും റോബർട്ട് വധേരയും തമ്മിലുള്ള ഇടപാടുകൾ, ആ സാമ്പത്തിക ബന്ധമൊക്കെ ഈ എയർലൈൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ കൃത്യമായി അറിയാവുന്ന കാര്യങ്ങളാണ്. ശ്രീ ഒന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ഇതിലൊരു ക്ലാരിറ്റി വരുത്തി പോവാം നമുക്ക്. താങ്കൾ എന്തായാലും അംഗീകരിക്കുന്നില്ല അക്കാര്യം. അത് അറിയാവുന്ന ഒരാൾ പറയട്ടെ. ശ്രീ AV മോഹനൻ, നിങ്ങൾ എന്ത് നടപടി എടുത്തു പറ. എന്നെ ഒന്ന് പറയാൻ പ്രൊഫസർ റോണി കെ ബേബി, ഞാൻ അങ്ങേക്ക് സമയം തരും. അദ്ദേഹം ഇക്കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. പ്രൊഫസർ സാർ, സോറി ടു ഇന്ററപ്റ്റ്, ബട്ട് എന്റെ സമയമാണ്, ഞാൻ അത് ഉപയോഗിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ, എനിക്കൊരു കുഴപ്പമില്ല. ഞാന് പ്രൊഫസർ സാറിന്റെ അടുത്ത് ഞാൻ രാഷ്ട്രീയമായിട്ടല്ല ചോദിച്ചത്. ഞാനൊരു സാധാരണ അന്ന് ഈ സർക്കാർ ഭരിച്ച ഈ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ആ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഞങ്ങൾ 6 മാസം പട്ടിണിക്കിട്ട് ഒരു ടർക്കിഷ് കമ്പനിയെ കൊണ്ടുവന്ന് ഇന്ത്യൻ എയർലൈൻസിനെയും എയർ ഇന്ത്യയും നശിപ്പിച്ചു എന്ന് ചോദിക്കുമ്പം പിന്നെ സാറ് ചോദിക്കുന്ന ചോദ്യം എന്നോടാണ്. സാർ, അന്ന് 14,000 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഇന്ത്യൻ എയർലൈൻസിലും എയർ ഇന്ത്യയിലും. 14,000 പേരെ പട്ടിണിക്കിട്ട് ഒരു ടർക്കിഷ് കമ്പനിയെ കൊണ്ടുവന്ന് നമ്മളെ കമ്പനി കുത്തുവാള എടുപ്പിച്ചു. പിന്നെ അതിലൊരു കാര്യം കൂടെ പറയാൻ, അന്ന് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI 100% കൊണ്ടുവരുന്ന സമയത്ത്, അതും നിങ്ങളുടെ ഭരണകാലത്ത് തന്നെ, ഞാൻ ഭരണത്തിന് കുറ്റം പറയുന്നില്ല സാർ, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ അന്ന് സാർ ഈ സർക്കാരിന് അറിയില്ലേ, എയർപോർട്ട്, ടാർമാക്ക്, റൺവേ, ഈ സിസ്റ്റം, ഈ സംവിധാനങ്ങളൊക്കെ രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു മന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയായിരുന്നു, ഒരു ഭരണകൂടമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പൊ ശരിയാണ്. അപ്പം അത് നമ്മൾ 100 പ്രാവശ്യം സ്ക്രൂട്ടിനി വിധേയമാക്കണമായിരുന്നു. ഇന്നിപ്പം ഇൻഡിഗോയുടെ ഷെയറിന്റെ കാര്യത്തിൽ ഞാൻ അത് പറയാം. അത് ഇൻഡിഗോയുടെ ഷെയർ ആരാന്ന് വെച്ചാൽ രാഹുൽ ഭാട്ടിയാണ് ഇൻഡിഗോയുടെ ഓണർ. ഇൻഡിഗോയുടെ ഓണർ എങ്ങനെയാണ് ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ, ഇയാൾ ഒരു പഞ്ചാബിയാണ്, രാഹുൽ ഭാട്ടിയ. തുറന്നു പറയാം, ഇയാള് അമേരിക്കയിൽ പോയി അവിടെ പോയി ഏതോ 1-2 ചെറിയ എയർപോർട്ട് ഹാൻഡ്ലിംഗ്, ഇവിടെ സെലിബി ചെയ്ത പോലെ
ഇവിടെ ഞാൻ അതുകൊണ്ട് അവിടെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഇവിടെ സെലിബ് ചെയ്ത പോലെ അവിടെ എയർപോർട്ടിൽ ഒരു ഹാൻഡ്ലിംഗ്, 2 സ്റ്റെപ്പ് ലാഡർ, 2 പുഷ് ബാക്ക്, 2 ട്രാക്ടർ, ഈ സാധനങ്ങളൊക്കെ വെച്ച് തുടങ്ങിയ ഒരു കറക്റ്റ് കമ്പനിയാണ്. അത് ഏതോ ഒരു ഭരണകാലത്ത് ആരോ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ന് അവർക്ക് 600 എയർബസുകൾ സ്വന്തമുണ്ട് സാർ. 600 എയർബസുകൾ സ്വന്തമാക്കാൻ ഒരു സാധാരണ കറക്ക് കമ്പനി, അതായത് ഒരു സാധാരണ ഇപ്പം ഞാനോ ശ്രീപത്മനാഭ സാറോ റോണി സാറോ ഞങ്ങൾ 3-4 പേര് ചേർന്ന് ഒരു ആൾക്കൊരു 5 കോടിയൊക്കെ 10 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു കമ്പനി, ഇപ്പൊ അവർക്ക് 18 വയസ്സായി ആ കമ്പനിക്ക്. ആ കമ്പനി ഇന്ന് 600 എയർബസ്, ഇപ്പം വീണ്ടും 450 എയർബസിന് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഏകദേശം 1000-ന് മേലെ ഫ്ലൈറ്റ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഇത്രയും ലാഭമുള്ള ഒരു പരിപാടി ആയിരുന്നു എങ്കിൽ എന്തുകൊണ്ട് എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസിനെ നിങ്ങളെ നഷ്ടത്തിലാക്കി കൊന്ന് പ്രൈവറ്റിന് കൊടുത്തു? 65,000 കോടി രൂപ നഷ്ടത്തിലാക്കി. ഈ ഒരു ചോദ്യത്തിന് എനിക്കാണ് മറുപടി വേണ്ടത് സാർ. നിങ്ങൾക്ക് ഞാനല്ല മറുപടി തരേണ്ടത്. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഞാൻ അന്നത്തെ ഗവൺമെന്റിനോടാണ് ചോദിക്കുന്നത്, കോൺഗ്രസിനോടല്ല. അന്നത്തെ ഭരിച്ചിരുന്ന ഭരണകൂടത്തിനോടാണ് ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിനോടല്ല. ഒന്നുകൂടി വ്യക്തമാക്കട്ടെ, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. എന്നെയും എന്റെ മക്കളെയും അതുപോലെ എന്റെ 14,000 കൂടെ ജോലി ചെയ്ത ആൾക്കാരെയും 6 മാസം പട്ടിണി കിട്ടു. ഒരു പ്രാവശ്യമല്ല, 6 മാസം കഴിഞ്ഞൊക്കെയാണ് ഞങ്ങൾ ഒരു 100-500 രൂപയൊക്കെ ശമ്പളം കാണുക. മനസ്സിലായില്ലേ? പക്ഷെ ഞങ്ങളൊക്കെ പട്ടിണി കിട്ട്. അങ്ങനെ ഈ എയർ ഇന്ത്യ കുത്തുവാളെടുപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ച് എയർ ഇന്ത്യനെ ഈ രീതിയിലാക്കി ഇൻഡിഗോ പെട്ടെന്ന് ഇത്രയും വലിയ 600 എയർക്രാഫ്റ്റ് ഓൾറെഡി വാങ്ങി 400 എണ്ണത്തിന്റെ കാശ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം 1000 ഫ്ലൈറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഒരു കപ്പാസിറ്റി ഒരു കമ്പനിയായിട്ട് അത് വളർന്നുവെങ്കിൽ ഞങ്ങളെ എന്തിനു നിങ്ങൾ മുക്കിക്കൊന്നു? ഞങ്ങളെ എന്തിന് അറബിക്കടലിൽ മുക്കിക്കൊന്നു എന്നുള്ള ചോദ്യത്തിന് റോണി സാർ മറുപടി പറയണോ സാർ? രാഷ്ട്രീയമല്ല, ഇത് ഞങ്ങളുടെ വേദനയാണ്. യെസ് പ്രൊഫസർ, ക്ഷമിക്കണം, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇതാണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. എങ്ങനെ കാണുന്നു ഇപ്പോൾ ഈ ഇൻഡിഗോ ഇത്തരത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയെ? യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഇത്തരത്തിൽ ടർക്കിഷ് എയർലൈൻസിനെതിരെ ഒരു നിലപാടെടുക്കണം എന്ന് ഒരു പൊതുജനാഭിപ്രായം ഉയരുമ്പോൾ അതിനെ നിരാകരിക്കുന്നത് ശരിയാണോ? അങ്ങനെ നിരാകരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു താല്പര്യം ഈ കമ്പനിക്ക് ഉണ്ടാകില്ലേ? അല്ല, ഇതെന്താ വിഷയം അറിയോ? നമ്മളിപ്പം കൃത്യമായ വിവരങ്ങൾ പലതും പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിമാന കമ്പനി, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിമാന കമ്പനികൾ പലരുടെയും എന്താ പറയാ പ്രവർത്തികൾ അല്ലെങ്കിൽ അവരുടെ ഈ യഥാർത്ഥ ഉടമസ്ഥന്മാർ എന്ന് പറയുന്നവരെ സംബന്ധിച്ച് ചില മിസ്റ്ററീസ് ഉണ്ട്. അത് നമ്മളെ മാധ്യമങ്ങളിലൊക്കെ വളരെ തവണ വന്നത്. എക്സെപ്റ്റ് എയർ ഇന്ത്യ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ ആയിരുന്നു, അത് ടാറ്റയ്ക്ക് കൈമാറി. അപ്പോ അതിനുശേഷം അത് അവരുടേതാണ്. പക്ഷെ മറ്റുള്ളതിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഞാനിത് കുറെ വായിച്ചതാണ്. ഇത് ഇങ്ങനെ പറയപ്പെടുന്ന ആൾക്കാരേതല്ല. നമുക്ക് ഓർമ്മയുണ്ടാവും, ഒരു വലിയ വിമാന കമ്പനിയുടെ ആള് ഇപ്പൊ ഇന്ത്യയിലില്ല, ഒളിവിലാണ്. അറിയാലോ, ഒളിവിലാണ്. അതെ. പിന്നെ വേറൊരാള് ബോംബെയിൽ വെച്ച് ഒരു മലയാളി ആയ ഒരാൾക്ക് കുറെ വിമാനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെ കേരളത്തിൽ മലയാളി, നമ്മുടെ ചാവക്കാട്ടുകാരൻ, that man was murdered from മുംബൈ. അപ്പോ ഈ ഇന്ത്യയിൽ പ്രവർത്തിച്ച സ്വകാര്യ വിമാന കമ്പനികളുടെ ആളുകളെ സംബന്ധിച്ച് ആദ്യമായിട്ടല്ല വിവാദങ്ങൾ വരുന്നത്. ഒരാൾ നാടുവിട്ടുപോയി, ഒരാൾ ബോംബെയിൽ കൊല ചെയ്യപ്പെട്ടു, ജയിലുണ്ട്. ജയിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മിസ്റ്ററി ഉണ്ട്. ഞാനതാ പറഞ്ഞത്, ഇത് കുറെ മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ ഇങ്ങനെ ഇൻഡിഗോനെ പറ്റി വന്നിട്ടുണ്ട്, പലരെ പറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണെന്നാ ഞാൻ പറഞ്ഞത്, ഇതൊരു അവസരമാണ്. നമ്മളെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഈ കുറെ ആളുകൾ, ഈ ബിഹൈൻഡ് ദി കർട്ടൻ വലിയ കളി കളിക്കുന്ന കുറെ ആളുകളുടെ വിഷയങ്ങളും വിവരങ്ങളും പുറത്തു കൊണ്ടുവരാനും എവരി ചാലഞ്ച് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ചാലഞ്ചാണ്. അതായത് പാകിസ്ഥാൻ നമ്മുടെ നാട്ടിലേക്ക് തീവ്രവാദി ആക്രമണം നടത്തുന്നു, നമ്മൾ തിരിച്ചടിക്കുന്നു, അവരെ തുർക്കി സഹായിക്കുന്നു, അതിൽ ചില വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നു. ഇതൊരു ചാലഞ്ചാണ്, പക്ഷെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തിന്? ഈ മേഖല ഒന്ന് ക്ലിയർ ചെയ്യാൻ, ഒന്ന് വൃത്തിയാക്കാൻ
ഇതൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. പക്ഷെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരാത്തത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നത് ശരിയായിരിക്കില്ല. ഏതായാലും കുറെ കൗതുകകരമായ കുറെ രഹസ്യങ്ങൾ പുറത്തു വരും. കുറെ ആളുകള് എന്താ പറയാ സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇപ്പോഴാണ് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാചകം ഓർക്കുന്നത്, ന്യൂ നോർമലാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. അതിലേക്ക് കൂടി ഒന്ന് വരേണ്ടതുണ്ട്. പ്രൊഫസർ അനിൽകുമാർ, രാജ്യത്തെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പുതിയ ന്യൂ നോർമൽ ആണ്, പുതിയ ലോകക്രമം എന്നൊക്കെ പറയുന്നത് പോലെ ഭാരതം പുതിയൊരു ക്രമത്തിലേക്കാണ് പോകുന്നത്. വളരെ കൃത്യമായി തുർക്കിക്കെതിരെ നിലപാടെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ പ്രാരംഭമായി ഈ സെലബിയെ ഇത്തരത്തിൽ നിരോധിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചുകൊണ്ടുള്ള ഈ ഉത്തരവിനെ നമുക്കിപ്പോൾ കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും. കാരണം ന്യൂ നോർമൽ എന്ന് പറയുന്നത് ഇപ്പോൾ മോദി ഡോക്ട്രിൻ എന്ന പേരിൽ പല സ്ഥലങ്ങളിലും ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് വരുന്നത്. ഈ ന്യൂ നോർമലിന് ചില സവിശേഷതകളുണ്ട്. അഥവാ മോദി ഡോക്ട്രിൻ എന്ന് പുതുതായി വിളിക്കപ്പെടുന്ന ഈ ഫിലോസഫിക്ക്, ഈ തത്വത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സീറോ ടോളറൻസ് ടുവേഴ്സ് ടെററിസം എന്നുള്ളതാണ്. ഭീകരവാദത്തെ ഓടുള്ള മൃദു സമീപനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഭീകരവാദത്തെ പൂർണ്ണമായി ചെറുക്കുക, എതിർക്കുക, അതിനോട് മൃദു സമീപനം പുലർത്തുന്നവരെ പരമാവധി ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് സീറോ ടോളറൻസ് ടുവേഴ്സ് നമ്മൾ ടെററിസം എന്നുണ്ട്. അപ്പം ഇക്കാര്യത്തിൽ ഇപ്പം തുർക്കിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു നിലപാടിൽ തുർക്കിയെ പരിപൂർണമായി ഒഴിവാക്കേണ്ടുന്ന സമയം കഴിഞ്ഞു. കാരണം അവർ ഭീകരവാദം നടത്തി ഒരു രാഷ്ട്രത്തിനെ പരിപൂർണമായി സഹകരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് വേണ്ട പിന്തുണ നൽകുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ന്യൂ നോർമൽ എന്ന് വിളിക്കപ്പെടുന്ന ഒന്നാമത്തെ മോദി ഡോക്ട്രിൻ തന്നെ തുർക്കിക്കെതിരാണ്. രണ്ടാമതായി നമ്മൾ പറയുന്ന അന്തർദേശീയ രംഗത്ത് അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐസൊലേഷനിസം എന്നുള്ളതാണ് ആ ന്യൂ നോർമലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ തുർക്കി അന്തർദേശീയ രംഗത്ത് ഒറ്റപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നമ്മൾ പല രാജ്യങ്ങളുമായും ചർച്ചകൾ നടത്തി, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ടല്ലോ അവിടേക്കുള്ള പലതരത്തിലുള്ള വിമാനം ആയിട്ടുള്ള കരാറുകളും റദ്ദ് ചെയ്യുക, അവിടെ കൊടുത്തിട്ടുള്ള ഇങ്ങനെയുള്ള പല എഗ്രിമെന്റ്സും നമ്മൾ ലൈസൻസുകൾ റദ്ദ് ചെയ്യുക, എഗ്രിമെന്റുകൾ ഒഴിവാക്കുക, ഇങ്ങനെ പരമാവധി ഇന്ത്യയുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ തത്വം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ന്യൂ നോർമലിന്റെ അല്ലെങ്കിൽ ഈ മോദി ഡോക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ എൻഗേജ്മെന്റ് ആണ്. ഇപ്പം ചില ഉടമ്പടികളുടെ അടിസ്ഥാനത്തിൽ മാത്രം എൻഗേജ്മെന്റ് എന്ന് പറയുക. അതായത് ഇപ്പൊ പാകിസ്ഥാനെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ സഹകരിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഇനി സിന്ധു നദിയിലെ കരാർ റിവ്യൂ ചെയ്യുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഇനിയുള്ള ബന്ധം എന്ന് പറയുന്നത് ഇനി അവരുടെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണ്. അത് ശക്തമായ തിരിച്ചടികളായിരിക്കും. പഴയതുപോലെ ഒരു തീവ്രവാദി ആക്രമിച്ച നമ്മൾ ആ തീവ്രവാദി ആക്രമിക്കാൻ നിൽക്കും, അങ്ങനെയല്ല. തീവ്രവാദി ഇങ്ങോട്ട് ആക്രമിച്ച പാകിസ്ഥാൻ നടന്ന ആക്രമണമായി. അതാണ് ന്യൂ നോർമൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, അവസാനമായി അങ്ങയിലേക്കാണ് ഒരു 10 സെക്കൻഡ് എടുത്തു പോകാം. ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഈ വോട്ട് ബാങ്ക് മുൻനിർത്തിയുള്ള തുർക്കിയുടെ സമീപനത്തിനെതിരെ ഇപ്പോൾ വലിയ വോട്ടിംഗ് ഒക്കെ നടക്കുകയാണ്. ഇപ്പോൾ ടൈംസ് നൗ ആണ് ആ വിവരം പുറത്തുവിട്ടത്. തുർക്കിക്ക് അനുകൂലമായി ഇങ്ങനെ നിലപാട് വോട്ട് ബാങ്കിന് വേണ്ടി സ്വീകരിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവർ 89%, ഇല്ല എന്ന് പറയുന്നത് 10%. ഇതാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ച രാഷ്ട്രീയം. കോൺഗ്രസ് മൗനം വെടിയുമോ ഇനിയെങ്കിലും? കോൺഗ്രസ്സുകാർ മാത്രമല്ല, മൊത്തം ഇന്ത്യ മുന്നണിയുടെ സ്വഭാവമാണ്. ഇവിടെ ആശാ വർക്കർമാർക്ക് പൈസ കൊടുക്കാനില്ലാത്ത ഈ ഗവൺമെന്റ് 10 കോടി ഉറുപ്പിക തുർക്കിക്ക് കൊടുത്തില്ലേ? വല്ല ആവശ്യമുണ്ടോ? ഈ രാജ്യത്ത് വിദേശ രാജ്യങ്ങളെ സഹായിക്കാൻ ഒരു കേന്ദ്ര സർക്കാർ ഉണ്ടെന്ന്. അപ്പോ ഞാനും സഹായിച്ചോളാമാന്ന് ഇവര് പോയി എന്തിനാ സഹായിച്ചത്? പരിഹാസ്യരായില്ലേ ഇപ്പം? അപ്പൊ ഇതെന്താ പറയുക, 4 വോട്ട് കിട്ടാൻ വേണ്ടി പല അഭ്യാസങ്ങളും നടത്തും. ഹമാസിനെ പിന്തുണയ്ക്കും, ഇസ്രായേലിനെ എതിർക്കും, ആപത്ത് കാലത്ത് നമ്മളെ സഹായിച്ച ഇസ്രായേലിനെ, അങ്ങനത്തെ പല അഭ്യാസങ്ങളും നടക്കും. ഏതായാലും ആ തരം കളികൾക്കൊന്നും ഇനി ഇന്ത്യയിൽ ആയസില്ല, ഇനി ഇന്ത്യയിൽ സ്കോപ്പില്ല എന്നുള്ള ഒരു പരമാർത്ഥം, പച്ച പരമാർത്ഥം ഇവരെ മുമ്പിൽ എന്താ പറയാ വെളിവാക്കപ്പെടുകയാണ്. സമയപരിമിതി മൂലം ഇടപെടുകയാണ്. സെലബിയ മാത്രമല്ല, തുർക്കിയുടെ അടയാളങ്ങളായി ഭാരതത്തിന്റെ മണ്ണിൽ നിലനിൽക്കുന്ന എല്ലാ ഘടകങ്ങളും നീക്കം ചെയ്യപ്പെടും. അങ്ങനെ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.